2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഇതിലെ പാർട്ട് എയിലെ 10 ക്വസ്റ്റ്യൻസും ഒരു മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് വെച്ച് 5 മോഡ്യൂളിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ്. ഈ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ തിയറി പാർട്ടിൽ ഡിസ്കസ് ആൻഡ് ഡിഫൈൻ ചെയ്തതാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഉള്ള ഉത്തരങ്ങളും കാര്യങ്ങളും ഇല്ലെങ്കിൽ അതിൻ്റെ റെസ്പെക്റ്റീവായിട്ടുള്ള ഒരു PDFs കാര്യങ്ങളും എല്ലാം തിയറി പാർട്ടിൽ പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഡ്രൈവ് ലിങ്കിലുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിരുന്നാൽ മതി. ശരി, നമ്മൾ നോക്കിയത് എന്താണ്? പാർട്ട് ബിന്ന് ഏതെങ്കിലും ഓർ എ അല്ലെങ്കിൽ ഓർ ബി അതിലേതെങ്കിലും ഒരെണ്ണം ഫോക്കസ് ചെയ്തിട്ട് അത് വെച്ച് എങ്ങനെ നമുക്ക് അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിയിലല്ലേ നമ്മൾ നോക്കിയത്. ശരി, അപ്പം ഇതിൻ്റെ പാർട്ട് ബി നമുക്ക് നോക്കാം. ഞാൻ 5th മോഡ്യൂളിൽ നിന്നാണ് പുറകിലോട്ട് വരാൻ പോകുന്നത്. മോഡ്യൂൾ 5 നിന്ന് 2 ചോദ്യമുണ്ട്, 19ഉം 20ഉം. അതിൻ്റെ അകത്ത് നമ്മൾ മോഡ്യൂൾ 5 എന്ന് പറയുമ്പോൾ ചോദിക്കാവുന്നത് റൊട്ടേറ്റിംഗ് മാസ്, റെസിപ്രോക്കേറ്റിംഗ് മാസ്. നമ്മൾ പഠിച്ചത് റൊട്ടേറ്റിംഗ് മാസ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. അപ്പോൾ റെസിപ്രോക്കേറ്റിംഗ് മാസാണ് 20 തന്നിരിക്കുന്നത്, അത് നമ്മൾ വിട്ടു. പിന്നെ എന്തെങ്കിലും തിയറി ആയിട്ടുണ്ടോ നോക്കുക. അതാണ്ട് പ്രൂവ് ദാറ്റ് റിസൾട്ടന്റ് അൺബാലൻസ്ഡ് ഫോഴ്സ് മാക്സിമം ഇതൊക്കെ വന്നിട്ട് നമ്മൾ തിയറി പാർട്ടിൽ ഇങ്ങനത്തെ അതൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ സപ്പോസ് കണക്ക് ചെയ്യാൻ അറിയത്തില്ലെങ്കിലും തിയറീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് വെച്ച് അത് ആൻസർ ചെയ്തോളുക. ശരി, ഇപ്പം നമുക്ക് 19A നോക്കാം. അതായത് റൊട്ടേറ്റിംഗ് മാസിൻ്റെ ചോദ്യം. ഇത് നമ്മൾ പഠിച്ച ചോദ്യം തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, 3 മണിക്കൂറല്ലേ എക്സാം. അപ്പോൾ ഒരു മോഡ്യൂൾ പാർട്ട് ബിയിലെ ഒരു മോഡ്യൂൾ എന്ന് പറയുന്നത് 1/2 മണിക്കൂർ കൊണ്ട് തീർക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് 2.5 മണിക്കൂർ കൊണ്ട് പാർട്ട് ബി തീരും. പിന്നെ ബാക്കി പാർട്ട് എ വന്നിട്ട് 1/2 മണിക്കൂറിൽ തീർക്കുക. ഓക്കെ, ശരി. റൊട്ടേറ്റിംഗ് ഷാഫ്റ്റ് ക്യാരീസ് 4 അൺബാലൻസ്ഡ് മാസസ്. 4 അൺബാലൻസ്ഡ് മാസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വരച്ചു. 4 അൺബാലൻസ്ഡ് മാസം എന്ന് പറയുമ്പോൾ 4 എണ്ണം ഇങ്ങനെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് അവർ പറയുന്നുണ്ട് 18 കിലോഗ്രാം, 14 കിലോഗ്രാം, 16, 12 ആണ് എൻ്റെ കിലോഗ്രാംസ്. അപ്പം 18 kg, 14 kg, 16 kg, 12 kg. ഓക്കെ അല്ലേ? ശരി. പിന്നെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 7 സെൻറ്റിമീറ്റർ ആൻഡ് 6 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട് റെസ്പെക്റ്റീവ്ലി ക്രമമായി. അപ്പോൾ ഇതിൻ്റെ 5 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ 6 സെൻറ്റിമീറ്റർ, ഇതിൻ്റെ 7 സെൻറ്റിമീറ്റർ, ഇതിൻ്റെയോ 6 സെൻറ്റിമീറ്റർ. ഓക്കെ, റെസ്പെക്റ്റീവ്ലി. ഇനി ഇതിന് നമ്മൾ പേര് കൊടുക്കണം. ഇവർ വിളിച്ചിരിക്കുന്ന 1, 2, 3, 4 വിളിച്ചിരിക്കുന്നത്. 2nd, 3rd, 4th മാസസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിന് നമ്മൾ 1 എന്ന് പേര് കൊടുത്തു, ഇതിന് 2 എന്ന് പേര് കൊടുത്തു, 3, 4 എന്ന് പറഞ്ഞ് ഓരോ പ്ലെയിനും പേര് കൊടുത്തു. ഇനി 2nd, 3rd, 4th മാസസ് റിവോൾവ്സ് in planes 8 cm, 16 cm and 28 cm respectively from the plane of first mass. അതായത് 1 നിന്ന് 2ലേക്ക് എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. 1 നിന്ന് 3ലേക്ക് എത്രയാണ്? 16 സെൻറ്റിമീറ്റർ. 1 നിന്ന് 4ലേക്ക് എത്രയാണ്? 28 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇനി അടുത്തത് ആംഗിൾ വരയ്ക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആംഗിളിൻ്റെ നമ്മൾ ജസ്റ്റ് റഫായിട്ട് വരയ്ക്കാം. ഇത് 1 ആയിട്ട് എടുത്തു. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത് 60 ഡിഗ്രി, 135 ഡിഗ്രി ആൻഡ് 270 ഡിഗ്രി. മെഷർഡ് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, താഴോട്ട് വേണം എടുക്കാൻ. മസ്റ്റ് മാസ് ലുക്കിംഗ് ഫ്രം ദ മാസ് എൻഡ് ഓഫ് ദ ഷാഫ്റ്റ്. അപ്പോൾ 1 നിന്ന് ഇത്രയും വരും 60 ഡിഗ്രി, ഇതിപ്പോൾ 60 ഡിഗ്രി. ഇതാണ് എന്തോന്ന് 2. പിന്നെ 1 നിന്ന് 135 ഡിഗ്രി. 135 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരുമായിരിക്കും. ഇത് 135 ഡിഗ്രി. ഓക്കെ, ഇത് 3 ആയിട്ട് എടുത്തു. പിന്നെ 270 ഡിഗ്രി. അപ്പോൾ ഇവിടെ ആയിട്ട് എല്ലാം വരുമായിരിക്കും. അത് മൊത്തം എത്രയാണ് വരും? 270 ഡിഗ്രി ആയിട്ട് ഒരു ഇതാണ് 4. ദ ഷാഫ്റ്റ് ഈസ് ഡൈനാമിക്കലി ബാലൻസ്ഡ് ബൈ 2 മാസസ്. 2 മാസസ് ആണ് വരുന്നത്. ബോത്ത് ലൊക്കേറ്റഡ് ആയിട്ട് 5 സെൻറ്റിമീറ്റർ റേഡിയസ്. അതിൻ്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. റേഡിയസ് ഓഫ് റൊട്ടേഷൻ അൺനോൺ ബാലൻസ്ഡ്. റിവോൾവിംഗ് പ്ലെയിൻസ് മിഡ് വേ എന്ന് പറയുമ്പോൾ മിഡ് വേ ബിറ്റ്വീൻ ദോസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മാസസ്. ഫസ്റ്റിൻ്റെയും സെക്കൻഡിൻ്റെയും മിഡ് വേ എന്ന് പറയുമ്പം ഇതിൻ്റെ 2ൻ്റെയും മിഡ് പോയിൻ്റ് എന്നാണ് പറയുന്നത്. ഇവിടെയാണ് എന്തോന്ന് വരുന്നത്? എക്സ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തത് മിഡ് വേ ബിറ്റ്വീൻ 3rd ആൻഡ് 4th. ഇതിൻ്റെ മിഡ് വേ എന്ന് പറയുമ്പോൾ ഇവിടെ നടുക്കായിട്ടാണ് എന്തോന്ന് വരുന്നത്? വൈ വരുന്നത്. എക്സും വൈ എന്നും പറഞ്ഞ് നമ്മൾ വിളിച്ചു. ഡിറ്റർമൈൻ ഗ്രാഫിക്കലി ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാസസ്. അതായത് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? MX കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ MY കണ്ടുപിടിക്കണം. പിന്നെ their respective പൊസിഷൻ എന്ന് പറയുമ്പോൾ θx കണ്ടുപിടിക്കണം,
തീറ്റ വൈ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ? പറഞ്ഞു തന്നെ അങ്ങനെ ചോദിച്ചിരിക്കുക. വാല്യൂസ് മാത്രം വ്യത്യാസം തന്നെ ഉള്ളൂ. അപ്പം ഇതിപ്പോൾ എന്നാ നമ്മൾ ചെയ്യേണ്ടത്? ഇതിൻ്റെ അകത്ത് ഓരോന്നിൻ്റെ ഇടയ്ക്കുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെ 8ആണ്. 8 പറയുമ്പോൾ ഇതിൻ്റെ പകുതി 4. അപ്പോൾ ഇത് 4 സെൻറ്റിമീറ്റർ, ഇതും 4 സെൻറ്റിമീറ്റർ. ശരിയല്ലേ? ഇനി ഇവിടെ 1 നിന്ന് 3 വരെ 16 സെൻറ്റിമീറ്ററാണ്. 16ൽ നിന്ന് 8 പോയി കഴിഞ്ഞാൽ ബാലൻസ് 8 ഉണ്ട്. അപ്പോൾ 8ൻ്റെ പകുതി എന്ന് പറയുന്നത് അല്ല, ഇവിടെ വേണ്ടല്ലോ. അപ്പം ഇത് 8 സെൻറ്റിമീറ്റർ. ഓക്കെ, 4 സെൻറ്റിമീറ്റർ 4 സെൻറ്റിമീറ്റർ. പിന്നെ 2ൽ നിന്ന് 3 വരെ 8 സെൻറ്റിമീറ്റർ. ഇനി 3ൽ നിന്ന് 4 വരെ എത്രയാണ്? 28ൽ നിന്ന് 16 കുറയ്ക്കുന്നതാണ്. 28ൽ നിന്ന് 16 കുറച്ചാൽ 28 - 16 എന്ന് പറയുമ്പോൾ എത്ര വരും? 12 വരും. അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെ 12 സെൻറ്റിമീറ്റർ ഉണ്ട്. 12 സെൻറ്റിമീറ്ററിന് മിഡ് വേ എന്ന് പറയുമ്പോൾ 12ൻ്റെ പകുതി. അപ്പോൾ എത്ര വരും? 6 വരും. അപ്പോൾ ഇത് 6 സെൻറ്റിമീറ്റർ, ഇതും 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ഓക്കെ അല്ലേ? ഇന്ന് ഓരോന്നും തമ്മിലുള്ള ഡിസ്റ്റൻസ് നമ്മൾ എടുത്തു. അപ്പോൾ അത്രയും ബേസിക്കായിട്ട് നമ്മളത് കവർ ചെയ്തു. ശരി, ഇനി എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ നമുക്കിത് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിനെ ഒന്ന് മറ്റേ രീതിയിൽ വരയ്ക്കണം. റെഫറൻസ് പ്ലെയിനിൻ്റെ അടിസ്ഥാനത്തിൽ വരയ്ക്കണം. റെഫറൻസ് പ്ലെയിനിൻ്റെ അടിസ്ഥാനത്തിൽ വരയ്ക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ സ്റ്റെപ്പിലേക്ക് പോവാം, അതായത് പ്രോബ്ലത്തിലേക്ക് പോവാം. അതായത് ഞാൻ എങ്ങനെ വരയ്ക്കണം വിചാരിച്ചാൽ അത് ഇങ്ങനെ വലിച്ചു, എന്നിട്ട് ഇതിനിങ്ങനെ നീട്ടി 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 ഇങ്ങനെ നീട്ടി. ഓക്കെ, ഇനിയിപ്പോൾ ഇതിന് 1 പേര് കൊടുത്തു, 2 പേര് കൊടുത്തു, 3 പേര് കൊടുത്തു, 4 പേര് കൊടുത്തു. എന്നിട്ട് ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഉണ്ട്. ഞാൻ എക്സിനെയാണ് ഞാൻ റെഫറൻസ് പ്ലെയിൻ ആക്കുന്നത്. അൺനോൺ മാസസിനെ വേണം റെഫറൻസ് പ്ലെയിൻ ആക്കാൻ. അപ്പം ഞാൻ എക്സിനെ എന്താക്കി? റെഫറൻസ് പ്ലെയിൻ ആക്കി. ഇത് വൈ, ഇതിനെ ഞാൻ റെഫറൻസ് പ്ലെയിൻ ആക്കി. ഓക്കെ, ശരി. ഇനിയിപ്പം ഇത് 18 കിലോഗ്രാമാണെന്നറിയാം, ഇത് 14 കിലോഗ്രാം, ഇത് 16 കിലോഗ്രാം, ഇത് 12 കിലോഗ്രാം. ഓക്കെ, ഇതിനെ ഞാൻ എന്തോന്നാക്കി? mx എന്നാക്കി, ഇതിനെ my എന്നും ആക്കി. ഓക്കെ അല്ലേ? ശരി, ഇനിയിപ്പോൾ എന്തോന്നാണ് ഇതിൻ്റെ റേഡിയസ്? ഇത് 5 സെൻറ്റിമീറ്റർ ആണ്. ഇതോ? ഇതിൻ്റെ റേഡിയസ് 5 സെൻറ്റിമീറ്റർ എന്ന് ചോദ്യത്തിൽ പറഞ്ഞായിരുന്നു. പിന്നെ ഇത് 6 സെൻറ്റിമീറ്റർ, ഇത് 7 സെൻറ്റിമീറ്റർ, ഇതും 5 സെൻറ്റിമീറ്റർ അല്ലേ? പിന്നെ ഇത് 6 സെൻറ്റിമീറ്റർ. ഇത്ര ഓക്കെ അല്ലേ? പിന്നെ ഇവർ തമ്മിലുള്ള ഓരോ ഡിസ്റ്റൻസ് ഇവിടെ എഴുതുക. 4 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ, 8 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ. ഓക്കെ അല്ലേ? ശരി, ഇനി റെഫറൻസ് പ്ലെയിനിൽ നിന്ന് വേണം ഓരോ പ്ലെയിനിലേക്ക് എടുത്ത് എഴുതാൻ. അപ്പോൾ ആദ്യം എക്സിൽ നിന്ന് 1 പറഞ്ഞ പ്ലെയിനിലേക്ക് എത്ര വരും? 4 സെൻറ്റിമീറ്റർ. ഇങ്ങോട്ടായതുകൊണ്ട് അത് -4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇനി എക്സ് എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് 2ലേക്ക് എത്ര വരും? 4 സെൻറ്റിമീറ്റർ വരും. ഓക്കെ, ഇനി എക്സിൽ നിന്ന് 2 കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 3. 3ലേക്കോ എത്ര വരും? 4 + 8 12 സെൻറ്റിമീറ്റർ വരും. പിന്നെ 3ൽ നിന്ന് വൈയിലേക്ക്, അതായത് എക്സിൽ നിന്ന് വൈയിലേക്ക്, 3ൽ നിന്നല്ല എക്സിൽ നിന്ന് വൈയിലേക്ക് എത്ര വരും? 12ഉം 6 18 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് വരും. അതിനുശേഷം റെഫറൻസ് പ്ലെയിനിൽ നിന്ന് 4ാമത്തെ പ്ലെയിനിലേക്ക് എത്ര വരും? 24 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പം ശരിയാണോ നോക്കാൻ? 1ൽ നിന്ന് 28 ആയിരുന്നു. അപ്പോൾ 28ൽ നിന്ന് 4 കുറച്ച് കഴിഞ്ഞാൽ 24. അപ്പം നമ്മളെടുത്തത് കറക്റ്റാണ്. ശരി, അപ്പോൾ ഇത് നമ്മൾ വരച്ചു. കുറച്ച് നീറ്റായിട്ട് വരയ്ക്കുക. ഇനിയിപ്പോൾ നമുക്ക് ബോക്സ് വരയ്ക്കാം അല്ലേ? ഇനിയിപ്പോൾ ബോക്സ് വരയ്ക്കാം. ബോക്സിന് അപ്പോൾ ആദ്യം എന്തൊക്കെ വേണം? പ്ലെയിൻസ് വേണം, മാസ് വേണം, റേഡിയസ് വേണം. ഓക്കെ, പിന്നെ FC/ω² വേണം, അത് വേണം. പിന്നെ ലെങ്ത്ത് വേണം, പിന്നെ കപ്പിള് വേണം. ഇനി ഇതിൻ്റെയൊക്കെ യൂണിറ്റ്, മാസിൻ്റേത് കിലോഗ്രാമിൽ വേണം എഴുതാൻ, റേഡിയസിൻ്റെ മീറ്ററിൽ വേണം എഴുതാൻ. എന്നാലേ കിലോഗ്രാം × മീറ്റർ കിലോഗ്രാം മീറ്ററിൽ കിട്ടത്തുള്ളൂ. ലെങ്ത്ത് വന്നിട്ട് മീറ്ററിൽ വേണം എഴുതാൻ. അപ്പോഴേ കപ്പിളെന്ന് പറഞ്ഞ സാധനം കിലോഗ്രാം m²-ൽ വരത്തുള്ളൂ. ഓക്കെ, ശരി. അപ്പോൾ പ്ലെയിൻസ് നമ്മൾ എടുത്തെഴുതണം. 1 എക്സ്, പിന്നെ 2 3, പിന്നെ വൈ, പിന്നെ 4. ഓക്കെ അല്ലേ? 1 2 3 4 5 6, മൊത്തം 6 പ്ലെയിൻ. ഒന്നാമത്തേൻ്റെ 18 കിലോഗ്രാം, എക്സിൻ്റേത് mx, പിന്നെ 14 കിലോഗ്രാം. എല്ലാം നമ്മൾ ഇവിടെ തന്നെ ഉണ്ട്, ഇതിൽ നിന്ന് തന്നെ എടുത്ത് എഴുതിയാൽ മതി. 16 കിലോഗ്രാം. പിന്നെ വൈൻ്റെ my. ഓക്കെ, കിലോഗ്രാം വേണ്ടല്ലോ. 18 mx, 14 16 my, പിന്നെ 12 എന്ന് പറഞ്ഞ് എഴുതി. ഓക്കെ,
ഇനിയിപ്പോൾ എന്തോന്നാണ് റേഡിയസ് എന്ന് പറഞ്ഞാൽ 5 സെൻറ്റിമീറ്റർ. അപ്പം സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ എന്തോന്ന് ചെയ്യണം? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കണമെങ്കിൽ ഡിവൈഡാണ് ചെയ്യേണ്ടത്. എത്രയുണ്ട്? 100 കൊണ്ട്. അപ്പം 5 സെൻറ്റിമീറ്ററിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0.05 എന്ന് പറഞ്ഞു വരും. അപ്പോൾ 0.05, 0.05, 0.06, 0.07, 0.05, 0.06. ഓക്കെ. ഇനിയിപ്പം കിലോഗ്രാം മീറ്റർ ഇപ്പോൾ ഇത് നമ്മുടെ ഗുണിച്ച് ചെയ്യണം. അപ്പം 18 × 0.05 ചെയ്യുമ്പം 0.9, പിന്നെ 0.05 mx. ഓക്കെ. പിന്നെ 14 × 0.06 എത്ര വരും? 0.84, 0.84. 16 × 0.07 എത്ര വരും? 1.12, 1.12. പിന്നെ ഇതിൻ്റെ 0.05 my എന്ന് പറഞ്ഞു വരും. പിന്നെ 12 × 0.06, 12 × 0.06 എന്ന് പറഞ്ഞു വരും. അപ്പോൾ എത്ര വരും? 0.72 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പം ഈ ഫോഴ്സ് എന്ന് പറഞ്ഞ സംഭവത്തിൻ്റെ അകത്ത് നമുക്ക് 2 എണ്ണമാണ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 2 എണ്ണമാണ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു എണ്ണമാണ്, ഈ ഒരു എണ്ണമാണ്. ഇനിയിപ്പോൾ ലെങ്ത് എടുത്ത് എഴുതുക. ലെങ്ത് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? -4 ആണ്. അപ്പം 0.04 -0.04 എന്ന് പറഞ്ഞ് വരും. ഇതിൻ്റെയോ? ഇതിൻ്റേത് 0 തന്നെയാണ്. 0 തന്നെയാണ്. അപ്പോൾ 0. ഇനി 0.84 നിന്ന് 2ലേക്കുള്ളത് 4 സെൻറ്റിമീറ്റർ. അപ്പം 0.04. പിന്നെ 3ലേക്കുള്ളത് 12 സെൻറ്റിമീറ്റർ. അപ്പം 12 എന്ന് പറയുമ്പം 1, 2, അപ്പം 0.12. ഓക്കെ. പിന്നെ അടുത്തത് MI എന്ന് പറയുന്ന നേരത്ത് 18 സെൻറ്റിമീറ്റർ. അപ്പം 0.18. ഓക്കെ. അതിനുശേഷം അടുത്തത് അവസാനം 0.24. ഓക്കെ. ഇത്രയും ശരിയല്ലേ? ഇത്ര ഓക്കെ അല്ലേ? ഇനിയിപ്പോൾ കപ്പിള് എന്ന് പറയുമ്പോൾ ഇതും കൂടെ ഗുണിക്കുക. അപ്പം ഇത്ര വരും? 0.9 × 0.04 ചെയ്യാൻ നേരത്ത് 0.036 -0.036 എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പം ഇതും കൂടെ ചെയ്യാൻ നേരത്ത് 0 ആകും. പിന്നെ 0.84 × 0.04 ചെയ്യുമ്പോൾ എത്ര വരും? 0.0336 എന്ന് പറഞ്ഞ് വരും. ഇനി 1.12 × 0.12 എത്ര വരും? 0.1344 എന്ന് പറഞ്ഞ് വരും. 0.18 × 0.05 0.009 my എന്ന് പറഞ്ഞ് വരും. അവസാനത്തത് 0.72 × 0.24 എത്ര വരും? 0.1728 എന്ന് പറഞ്ഞ് വരും. കപ്പിളെന്ന് പറഞ്ഞ സംഭവം കിട്ടി. ഇതിൻ്റെ അകത്ത് ഇത്ര എണ്ണമുണ്ട്? ഒരെണ്ണമാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് എന്തോന്ന് ചെയ്യാം? നമുക്ക് കപ്പിൾ പോളിഗൺ വരയ്ക്കാം. കപ്പിൾ പോളിഗൺ വരയ്ക്കുമ്പം ഈ ഒരു വാല്യൂ കിട്ടും. ഈ വാല്യൂ എടുത്ത് ഇതിൻ്റെ അകത്ത് വിട്ട് കൊടുത്തിട്ട് ഇത് നമ്മൾ കണ്ടുപിടിക്കും. അപ്പം MXും കിട്ടും, MYയും കണ്ടുപിടിക്കും, അതിൻ്റെ പൊസിഷനും കിട്ടും. ഓക്കെ. സ്പേസ് ഡയഗ്രാം, കപ്പിൾ പോളിഗൺ, ഫോഴ്സ് പോളിഗൺ, ഇത്രയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ എന്തോന്ന് എഴുതി? സ്പേസ് ഡയഗ്രാം എന്ന് പറഞ്ഞ് എഴുതി. ഇനിയിപ്പം ഇത് ആംഗിൾ എടുത്ത് വരയ്ക്കണ്ടേ? ഞാൻ ആദ്യം ഹൊറിസോണ്ടലായിട്ട് വരച്ചു. കുറച്ച് ഗ്യാപ്പ് ഇട്ട് വരും, കാരണം പ്രൊട്രാക്ടർ വെക്കാൻ നേരത്തെ ആംഗിൾ വണ്ടിക്കോട്ട് കിട്ടുന്ന പോലെ. ശരി, ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചു. ഇതിനെ ഞാൻ നിന്ന് കൊടുത്തു, 1 കൊടുത്തു. ഇനിയിപ്പോൾ 60 ഡിഗ്രിയല്ലേ നമുക്ക് വരയ്ക്കേണ്ടത്. ആദ്യം വെച്ചു 60 ഡിഗ്രി, 60 ഡിഗ്രി, 60 ഡിഗ്രി വരച്ചു. ഡിഗ്രി. രണ്ടാമത്തെ പ്ലെയിൻ 135 ഡിഗ്രി. 135 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. മൂന്നാമത്തെ ഇനിയിപ്പം 270 എന്ന് പറയുമ്പോൾ നമുക്ക് പ്രൊട്രാക്ടർ എടുക്കാൻ പറ്റത്തില്ല. അപ്പം എന്താ ചെയ്യുക? 360 - 270 ചെയ്യുക. അപ്പോൾ എത്ര വരും? 90 ഡിഗ്രി. അപ്പോൾ അതിനർത്ഥം ഇങ്ങനെ മണ്ടക്കോട്ട് വെച്ചിട്ട് ഇവിടെ നിന്ന് 90 ഡിഗ്രി. കണ്ടോ? ഇത് കുറച്ച് താത്ത് വരച്ചോണ്ടല്ലേ. ഇനിയിപ്പം മണ്ടക്കോട്ടായിരുന്നെങ്കിൽ പ്രൊട്രാക്ടർ ഇനി പിന്നെ 4 വെച്ചിട്ട് എടുക്കേണ്ടി വരും. വേറെ വല്ലാമെങ്കിൽ ആയിരുന്നെങ്കിൽ ഇത് മൊത്തം ഡിഗ്രി. ഓക്കെ. ഇത് എത്ര?
4 പറഞ്ഞു കൊടുത്തു. ശരി, അപ്പം സ്പേസ് ഡയഗ്രാം കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ അത് വെച്ചിട്ട് എന്തോന്ന് ചെയ്യുക, ഫോഴ്സ് പോളിഗൺ വരയ്ക്കുക. ഫോഴ്സാണ് വരയ്ക്കേണ്ടത്, കപ്പിൾ പോളിഗൺ വരയ്ക്കുക. അതോടെ കപ്പിൾ പോളിഗൺ എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, സ്കെയിൽ എത്ര അടിക്കാം? സ്കെയിൽ നമ്മൾ ഓരോന്നൊന്നും അടിച്ച് നോക്കണം. 0.1728 ഡിവൈഡഡ് ബൈ 0.2 ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 0.864 അങ്ങനെയൊക്കെ വരത്തുള്ളൂ. അപ്പോൾ 0.02 അടിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 8.64 വരുന്നു. 0.36 എത്ര വരുന്നു? 1.8 വരുന്നു. അപ്പം ഞാൻ 0.02 തന്നെ എടുക്കുന്നു. എങ്ങനെയൊക്കെയാണ് സ്കെയിൽ എടുക്കേണ്ടത്? 0.01 എടുക്കാം, 0.02 എടുക്കാം, 0.2 എടുക്കാം. അത് വാല്യൂസിനനുസരിച്ച്. ഞാനിവിടെ സ്കെയിൽ 1 cm = 0.02 കപ്പിളല്ലേ, അപ്പം കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. ഇനിയിപ്പം ഞാൻ ഇവിടെ ഒരു പോയിന്റ് എടുത്തല്ലോ. ഈ പോയിന്റിൽ നിന്ന് ഞാൻ പേന കൊണ്ട് വരയ്ക്കാവേ. പോയിന്റിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടാണ് ഒന്നാമത്തെ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇതിന് ഞാൻ കറക്റ്റായിട്ട് തൊട്ട് പാരലെടുത്തു, നേരെ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കണോ ഇങ്ങോട്ട് വരയ്ക്കണോ? ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്കാണ് വരയ്ക്കേണ്ടത്, കാരണം മൈനസാണ്. ഓക്കെ, എത്രയാണ് എടുക്കേണ്ടത്? 0.036 ഡിവൈഡഡ് ബൈ 0.02 അല്ലേ? 0.02 അല്ലേ സ്കെയില് ചെയ്തപ്പോൾ എനിക്ക് 1.8 എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ 1.8 ആണ് ഞാൻ എടുക്കേണ്ടത്. 1.8 എടുത്ത് വരച്ചു. ഇത് ഞാൻ എടുത്ത ഡോട്ടിനെ ഞാൻ ഓന്നെടുത്തു അല്ലേ? ഓയല്ലേ സെൻട്രൽ, ഇതിനെ നമ്മൾ ഓന്നല്ലേ എടുക്കുന്നത്. ഓയെന്നെടുത്തു. ഇവിടെ നിങ്ങോട്ട് വരെ വരച്ചു. ഇതാണ് എന്തോന്ന് CC1. ഇനി രണ്ടാമത്തേൻ്റെ എത്രയാ? 0.0336. 0.336 ചെയ്യുമ്പോൾ എത്ര വരും? 1.68 എന്ന് പറഞ്ഞു വരും. അപ്പോൾ ഇതെടുത്തു. ഡയറക്ഷൻ താഴോട്ട്, അപ്പോൾ ഇതിന് താഴോട്ട് ആരോ കൊടുത്തു. ഇതാണ് എന്തോന്ന്? ഇതാണ് CC2. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് 3 ആണ് വരയ്ക്കേണ്ടത്. 3 എടുത്തു, പാരലിൽ വെച്ചു, നേരെ താഴോട്ട് കൊണ്ടുവന്നു. ഇതിൻ്റെ അടുത്ത് വരയ്ക്കേണ്ട സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. അതിൻ്റെ ഡയറക്ഷൻ താഴോട്ടാണ്. അപ്പോൾ താഴോട്ട് ലൈനുകൾ കൊടുത്തു. അപ്പോൾ അതിൻ്റെ അളവ് എത്രയാണ്? 0.1344. അപ്പം 1344. അപ്പോൾ എത്ര വരും? 6.72 എന്ന് പറഞ്ഞു വരും. 6.7 വേണ്ട വരും. അപ്പം സ്കെയിൽ എടുക്കുക, ഈ ലൈനിൽ വെച്ചിട്ട് ആയിരുന്നു പോയിന്റ് ഇവിടെ വെച്ചിട്ട്. ഓക്കെ, 6.7 എടുത്ത് വരച്ചു. ഇതിൻ്റെ പേരെന്നതാണ് CC3 എന്ന് പറഞ്ഞു വരും, കപ്പിൾ 3. ഇനിയിപ്പോൾ അടുത്ത് എന്നതാണ് വരയ്ക്കേണ്ടത്? 4ൻ്റെ കൊണ്ട് വെക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വരിക. ഇവിടെ നിന്ന് എത്രയാണ്? എത്ര വരും? 0.1728. അപ്പം 0.1728 ചെയ്യുക. അപ്പോൾ എത്ര വരും? 8.64. അപ്പം 8.64 വരും. ഏതാണ് ആ പോയിന്റ്? ഇതാണ് എന്തോന്ന്? CC4. ഇനിയിപ്പം ഈ അവസാനിച്ച പോയിന്റും ഈ തുടങ്ങി വെച്ച പോയിന്റും അതും കൂടെ എന്തോന്ന് ചെയ്യുക? ജോയിൻ ചെയ്യുക. ഫ്രാക്ഷൻ കൊടുത്ത് ജോയിൻ ചെയ്തു. ഓക്കെ, ഇതാണ് 0.009 MY എന്ന് പറഞ്ഞത്. അതെത്രയാണ്? ഇതിങ്ങനെ അളക്കുക. എനിക്ക് കിട്ടിയത് 6.4 ആണ് എനിക്ക് കിട്ടിയത്. അപ്പം ഞാൻ 6.4 സെൻറ്റിമീറ്റർ ആണ് ഇൻറ്റു എന്താണെന്ന് ചെയ്യുക? യൂണിറ്റ് ചെയ്യുക. അപ്പോൾ 0.02. അപ്പം എത്ര വരും? 6.4 ഇൻറ്റു 0.02 0.128 കിലോഗ്രാം മീറ്റർ സ്ക്വയർ എന്ന് പറഞ്ഞ് വരും. അതാണ് എന്താണ് 0.009 MYൻ്റെ വാല്യൂ. ഇതിന് നമുക്ക് MY കണ്ടുപിടിക്കത്തില്ല. MY = 0.128 ഡിവൈഡഡ് ബൈ 0.009 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഡിവൈഡഡ് ബൈ 0.009 ചെയ്യുമ്പോൾ എന്തോന്ന് കിട്ടും? 14.22 എന്ന് പറഞ്ഞ് വരും. എന്തോന്ന്? MY എന്ന് പറയുമ്പോൾ കിലോഗ്രാം. അപ്പോൾ MYയും കിട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യണം? θy മാർക്ക് ചെയ്യണ്ടേ? θy മാർക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യണം
ഇതിനെ ഇങ്ങനെ പാരലെടുത്തു, കറക്റ്റ് കുത്തിപ്പിടിച്ച് കറക്റ്റ് പാരലെടുത്തിട്ട് അണ്ടക്കോട്ട് കൊണ്ടുപോയി ഇവിടെ ഇങ്ങനെ വെക്കുക. ഡയറക്ഷൻ കണ്ടോടെ മാർക്ക് ചെയ്തില്ലല്ലോ, ഇതാണ് ഇതിൻ്റെ ഡയറക്ഷൻ. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് അതിൻ്റെ ഡയറക്ഷൻ. ഇതിൻ്റെ പേര് ഇതെന്താണ്? വൈ. ഓക്കെ, 1-ന്ന് വൈയിലേക്കുള്ള ആംഗിൾ എത്ര വരും? കാരണം നമ്മളെല്ലാം ക്ലോക്ക് വൈസ് ആണ് അളന്നത്. ഇവിടെ നിന്നാണ് 2ലേക്ക് 60 ഡിഗ്രി, 1-ന്നാണ് 330 ഡിഗ്രി, 1-ന്നാണ് 270 ഡിഗ്രി. അപ്പോൾ 1-ന്ന് വൈയിലേക്ക് എത്രയാണ്? അപ്പോൾ 1-ന്ന് വൈയിലേക്ക് എന്ന് പറയുമ്പം 23 ഡിഗ്രി എന്ന് പറഞ്ഞ് എഴുതുക. ഓക്കെ, അപ്പം തീറ്റ വൈയും നമുക്ക് കിട്ടി. തീറ്റ എം വൈയും കണ്ടുപിടിച്ചു, തീറ്റ വൈയും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്താണ്? ഈ എം വൈ നമ്മൾ കൊണ്ട് ഈ പെട്ടിക്കകത്ത് എഴുതി കൊടുക്കണം. ഇട്ട് കൊടുക്കാൻ നേരത്ത് എം ഐൻ്റെ വാല്യൂ എത്ര കിട്ടി? 14.22 എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ 14.22. ഇവിടെ എത്ര കിട്ടി? ഇവിടെ കിട്ടിയത് 0.128 എന്ന് പറഞ്ഞ് കിട്ടി. ഓക്കെ, അപ്പോൾ ഇവിടെ 0.05 ഇൻറ്റു എം ഐ എത്ര വരും? 0.05 ഇൻറ്റു എം ഐ എത്രയാണ്? 14.22. അപ്പോൾ എത്ര വരും? 0.711 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇത് 0.711 എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് ഇത് കണ്ടുപിടിക്കണം. ഇനിയിപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഫോഴ്സ് പോളിഗൺ വരയ്ക്കുക. ഫോഴ്സ് പോളിഗൺ ഞാൻ ഏതാണ്ട് ഇവിടെ ആയിട്ട് എഴുതുക, ഇതിൻ്റെ അടിയിലായിട്ട് ഫോഴ്സ് പോളിഗൺ. ഓക്കെ, സ്കെയില് വേണ്ടേ? സ്കെയില് ചെയ്യണം. എത്രയാണ്? 1 സെൻറ്റിമീറ്റർ ഈക്വൽ ടു 0.2 യൂണിറ്റ് കിലോഗ്രാം മീറ്റർ. ഓക്കെ, അതല്ലേ ഫോഴ്സിൻ്റെ യൂണിറ്റ്. അപ്പോൾ അത് എഴുതി. അപ്പോൾ ഇത് വെച്ച് വേണം ഞാൻ ഡിവൈഡ് ചെയ്യാനായിട്ട്. ഒരു പോയിൻ്റ് എടുത്തു, ഇവിടെ ആയിട്ട് എടുക്കുക. അങ്ങനെ ഞാൻ ഓന്ന് പറഞ്ഞെടുത്തു. ഇനിയിപ്പം ആദ്യം എന്താ ചെയ്യേണ്ടത്? നീ കൊണ്ടുപോയി വെച്ചു, അമ്മേൻ്റെ ഡയറക്ഷൻ എടുത്തു. ഡയറക്ഷൻ എടുത്തിട്ട് ഇനി ഇങ്ങോട്ട് വരയ്ക്കണോ ഇങ്ങോട്ട് വരയ്ക്കണോ? വൈയിലേക്ക് 0.9. അപ്പോൾ 0.9 ഡിവൈഡഡ് ബൈ 0.2 4.5 സെൻറ്റിമീറ്റർ എടുത്ത് വേണം വരയ്ക്കാനായിട്ട്. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ ലൈൻ കൊടുത്തു. എന്നിട്ട് സ്കെയിൽ എടുത്ത് വെച്ചിട്ട് 4.9 വരയ്ക്കണം. 4.9 എടുത്ത് കൊടുത്തു. അപ്പോൾ ഇതാണ് എന്തോന്ന് FC1. ഇനിയിപ്പോൾ അടുത്തത് 1 കഴിഞ്ഞാൽ അടുത്ത എന്നാ 2 എടുത്ത് വരയ്ക്കും. 2 ഇങ്ങനെ മെഷർ ചെയ്തു. 2ൻ്റെ നോക്കി 0.84 4.2 ഇവിടെ ആയിട്ട് വരും. ഇതിനെ ഞാൻ FC2 എന്ന് പറഞ്ഞെടുത്തു. ഇനിയിപ്പോൾ അടുത്തത് 2 കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താണ് 3 ഇങ്ങനെ എടുത്തു. 3 പറയുമ്പോൾ 1.12 ചെയ്യുന്നിടത്ത് 5.6 എന്ന് പറഞ്ഞ് വരും. 3നെ പാരലൽ കൊണ്ടൊന്ന് പിടിച്ചു, അതിലോട്ട് വന്നു. ഇവിടെ നിന്ന് എത്ര വരും? 5.6 ആണ് വരുന്നത്. മാനുഫാക്ചറിങ് കൊടുത്തു 5.6 FC3 എന്ന് പറഞ്ഞെടുത്തു. ഇനിയിപ്പോൾ അടുത്തത് എന്താണുള്ളത്? FC4 അല്ലേ, 4ാമത്തെ. അപ്പോൾ 4ാമത്തേൻ്റെ അതിനെടുത്ത് ഇത് വെച്ചു. 90 ഡിഗ്രി എടുത്തു. 90 ഡിഗ്രി എടുത്തിട്ട് പാരലൽ വരയ്ക്കണം. ഇങ്ങനെ വരും, ഇങ്ങനെ വരും, എന്നിട്ട് ഇങ്ങനെ വരും. ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് മണ്ടയ്ക്കോട്ടാണോ താഴോട്ടാണോ? മണ്ടയ്ക്കോട്ട്. അതിൻ്റെ ഡയറക്ഷൻ മണ്ടയ്ക്കോട്ടല്ലേ. എത്രയാണ് വാല്യൂ? 0.7. മണ്ടയ്ക്കോട്ട് 3.6 വരും. 3.6 വരും. 3.6 വരച്ചു. ഇതാണ് എന്താണ്? മണ്ടയ്ക്കോട്ടാണ്. FC4 എന്ന് പറഞ്ഞ് വന്നു. അപ്പോൾ ഈ പോയിന്റ് എല്ലാം കഴിഞ്ഞോ? ഇല്ല, നമ്മൾ വൈ കണ്ടുപിടിച്ചായിരുന്നു. അപ്പോൾ വൈൻ്റെയും കൂടെ കൊടുക്കണം. വൈൻ്റെ എത്രയാണ്? 0.711. അത് സ്കെയിലുമായിട്ട് ഡിവൈഡ് ചെയ്യാൻ നേരത്ത് 3.555 എന്ന് പറഞ്ഞ് കിട്ടും. 3.5. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? അതിൻ്റെ ഡയറക്ഷൻ എടുക്കുക. സ്പേസ് ഡയഗ്രാമിൽ നിന്ന് വൈയിൽ നമ്മൾ വരച്ചില്ലേ, അതിന് ഇതെടുത്തിട്ട് ഇത്ര 3.55 ഇവിടെ ആയിട്ട് വരും. ഓക്കെ, ഇപ്പം ഇതെല്ലാം അവസാനിച്ചു. ഇതെന്താണ്? FC1. ഓക്കെ, അതും കഴിയും. അപ്പം നമ്മൾ അവസാനിച്ചു. ഇനിയിപ്പോൾ ഒന്നും വരയ്ക്കുന്നില്ല. അപ്പം തുടങ്ങിയ സ്ഥലവും ഒടുക്കമായ സ്ഥലവും വെച്ചെന്തോന്ന് വരയ്ക്കുക? ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കുക. ഇത് അളന്ന് കിട്ടുന്നതാണ് എന്തോന്ന്? 0.05 mx. ഓക്കെ, ഇത് അളന്ന് കിട്ടുന്നതാണ് എന്തോന്ന്?
0.05 mx. ഓക്കെ, ഇനിയിപ്പോൾ ഇത് എത്ര അളക്കുമ്പോൾ കിട്ടും? 8.3. അപ്പം 8 നിങ്ങൾക്ക് വ്യത്യാസം വരും. ഇപ്പോൾ കുറച്ചിങ്ങനെയൊക്കെ ഇറങ്ങിപ്പോയതുകൊണ്ട് ഒരു ചേഞ്ച് വന്നേക്കാം. 8.3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് വരുമെന്ന് വിചാരിക്കുക. 8.3 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞ് വരുവാണെങ്കിൽ ഇപ്പോൾ ഇൻറ്റു സ്കെയിൽ ചെയ്യണം 0.2. അപ്പം എത്ര വരും? 8.3 ഇൻറ്റു 0.2 ചെയ്യാൻ നേരത്ത് 1.66 എന്ന് പറഞ്ഞ് വരും. അപ്പോൾ അതാണ് എന്താണ് 1.66 ആണ് എന്താണ് കിലോഗ്രാം മീറ്റർ. ഓക്കെ, കഴിഞ്ഞില്ല. അപ്പം 0.05 mx എന്ന് പറയുന്നതാണ് 1.66. ഇനിയിപ്പോൾ mx എന്ന് പറയുന്നത് എത്ര വരും? 1.66 ബൈ 0.05 എന്ന് പറഞ്ഞ് വരും. 1.66 ഡിവൈഡ് ബൈ 0.05 എന്ന് പറഞ്ഞ് വരുമ്പം 33.2 33.2 കിലോഗ്രാം എന്ന് പറഞ്ഞ് വരും. ഓക്കെ, ഇതിന് എന്തൊന്ന് കിട്ടും? നമുക്ക് ആംഗിൾ കിട്ടിയില്ലേ? ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിലോട്ടാണ്. ഓക്കെ, അവസാനത്തെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടല്ലേ? അപ്പോഴത്തേക്കും നമ്മളിതിനെ പാരൽ കൊണ്ടുവന്ന് വെച്ചു. ഓക്കെ, ഇങ്ങനെ എന്തായിട്ട് എടുക്കുക? വൈ ആയിട്ട് എക്സ് ആയിട്ട് എടുക്കുക. എക്സിൻ്റെ ഡയറക്ഷനാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ആംഗിൾ എത്ര വരും? ആംഗിൾ അതിനെ ഇങ്ങനെ വെച്ചെടുക്കാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് തിരിച്ചിങ്ങനെ വെച്ചെടുത്തിട്ട് 360 നിന്ന് കുറച്ചാൽ പോരെ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ 140 ഡിഗ്രി വരുന്നു. 140 ഡിഗ്രിയാണ് ഇവിടെ നിന്ന്. അപ്പം എന്തോന്ന് ചെയ്യുക? 360 മൈനസ് 140 ചെയ്യുമ്പോൾ എത്ര വരും? 220 ഡിഗ്രി വരും. അപ്പം ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര വരും? 220 ഡിഗ്രി എന്ന് പറഞ്ഞ് വരും. തീറ്റ എക്സ് ഫ്രം പ്ലെയിൻ 1 ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. തീറ്റ വൈ. അപ്പം എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ അതിനെ എടുത്തെഴുതണം. ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്ന മാഗ്നിറ്റ്യൂഡ്. അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ബാലൻസിങ് മാസ് ഇൻ എക്സ് പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് mx ഇസ് ഈക്വൽ ടു എത്രയാണ്? 33.2 കിലോഗ്രാം എന്ന് പറഞ്ഞ് എഴുതുക. ഇനി അടുത്തത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബാലൻസിങ് മാസ് ഇൻ വൈ പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് my ഇസ് ഈക്വൽ ടു എന്താന്ന് കൊടുക്കുക? myൻ്റെ ബാലൻസിങ് മാസ് വൈ കൊടുക്കുക, വൈ പ്ലെയിൻ കൊടുക്കുക. 14.22 കിലോഗ്രാം. ഇനി അടുത്തത് നമുക്ക് ഇത് രണ്ടെണ്ണം നമ്മളപ്പോൾ എഴുതി. mx എഴുതി, MIO എഴുതി, ഇത് എഴുതി. ഇനിയിപ്പോൾ തീറ്റ എക്സ് തീറ്റ വൈ. ആംഗുലാർ പൊസിഷൻ ഓഫ് വൈ പ്ലെയിൻ മെഷർഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം ഫസ്റ്റ് പ്ലെയിൻ. തീറ്റ വൈ എന്ന് പറയുന്നത് 23 ഡിഗ്രി. ഓക്കെ, ഇനി അതേപോലെ താഴെ അടുത്ത് എഴുതുക. ആംഗുലാർ പൊസിഷൻ ഓഫ് എക്സ് പ്ലെയിൻ മെഷർഡ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ഫ്രം ഫസ്റ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് തീറ്റ എക്സ് കോമൺ തീറ്റ എക്സ് ഇസ് ഈക്വൽ ടു 220 ഡിഗ്രി. ഓക്കെ, ഫിഫ്ത്ത് മൊഡ്യൂൾ കഴിഞ്ഞു. മൊഡ്യൂൾ 4 നിന്ന് ചോദിച്ചിരിക്കുന്നത് 17A ടോർക്ക് കണ്ടുപിടിക്കാൻ. അത് നമ്മൾ പഠിച്ച ചോദ്യം തന്നെ, ഞാൻ പറഞ്ഞില്ലേ ഡയറക്റ്റിലേ ചോദിക്കത്തുള്ളൂ. അതിനങ്ങനെ ചെയ്താൽ മതി. കണ്ടീഷൻസ് ഫോർ ഇക്വിലിബ്രിയം 2 and 3 ഫോഴ്സ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സബ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അത് വന്നിട്ട് ഞാനൊരു PDF തിയറി പാർട്ടിൽ മൊഡ്യൂൾ 4 പറയാൻ നേരത്ത് പറഞ്ഞ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സംഭവം 4 മാർക്കിനുള്ളത് എഴുതാനുള്ളതായി. പിന്നെ പാർട്ട് ബിക്കകത്തെ ആ ഓർബി കണ്ടോ? ഓർബി എന്നായിട്ട് അവർ തന്നിരിക്കുന്ന ഏതെന്നാണ്? റിയർ എഞ്ചിൻ ഓട്ടോമൊബൈൽ. ആ വെഹിക്കിളിൻ്റെ ഗൈറോസ്കോപ്പ് ആ ഒരു പ്രോബ്ലമാണത്. ഓക്കെ, ശരി. നമ്മൾ ഏതായാലും ഫോക്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. അത് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. ഡിറ്റർമൈൻ ദ ടോർക്ക് ഓൺ ദ ഇൻപുട്ട് ലിങ്ക് ഫോർ സ്റ്റാറ്റിക് വീലർ ഓഫ് മേജർ ഓൺ ദ ഡയമെൻഷൻ ഓഫ് ലിങ്ക് AB എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റഫായിട്ടൊന്ന് വരയ്ക്കുക. നോക്കുക, ഇതിങ്ങനെ വരും, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്. ഓക്കെ, ഇവിടെ ഒരു ബോക്സ് വരും. ഓക്കെ, ശരി. അപ്പോൾ AB, ഇത് AB, ഇത് ഇവിടെ O എന്ന് പറഞ്ഞെടുത്തു. ഇവിടെ C. ഓക്കെ, ശരി. ഇനിയിപ്പം ഇതിപ്പോൾ എത്രയാണ്? 600 ന്യൂട്ടൺ. ഓക്കെ, 600 ന്യൂട്ടൺ.
ഇനിയിപ്പോൾ ഇവിടെ ഒരു ടോർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയറക്ഷൻ അറിയത്തില്ല. ഇതൊരു 70 ഡിഗ്രിയാന്ന് തന്നു. ഇനി ചോദിക്കില്ല എ ബി എത്രയാണ്? എ ബി 40 mm. എ ബി 40 mm. ബി സി എത്രയാണ്? 100 mm. ഓക്കെ. എന്നിട്ട് എ സി ഒന്നും തന്നിട്ടില്ല. ശരി. ഇനിയിപ്പോൾ എന്താണ്? നെഗ്ലക്ട് ദ എഫക്ട്സ് ഓഫ് ഫ്രിക്ഷൻ. നെഗ്ലക്ട് ദ എഫക്ട്സ് ഓഫ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ്റെ എഫക്റ്റ് ഒന്നും കൺസിഡർ ചെയ്യണ്ട. ഫ്രിക്ഷൻ്റെ എഫക്ട്സ് കൺസിഡർ ചെയ്യണമെങ്കിൽ മ്യൂസിക്കൽ ടു ടാൻ ഇൻവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം വരും. ഇതിലിപ്പോൾ നോർമലി ചെന്നാൽ ചെയ്യാം. അതിൻ്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ട് ഒരെണ്ണം ചോദിച്ചിട്ടില്ലേ, അത് വന്നിട്ട് നമ്മൾ തിയറി പാർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. സോ അപ്പോൾ അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഞാൻ PDF അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് പഠിക്കുകയാണെങ്കിൽ ആ 4 മാർക്കിനുള്ളത് അങ്ങനെ സ്കോർ ചെയ്യാം. ശരി. അപ്പോൾ നമ്മൾ ആദ്യം എന്തെന്നാണ് ചെയ്യേണ്ടത്? കോൺഫിഗറേഷൻ ഡയഗ്രാം എന്ന് എഴുതുക. സ്കെയിൽ കൊടുക്കുക. എത്രയാണ്? 1 സെൻറ്റിമീറ്ററിന് ഞാൻ എത്രയായിട്ട് എടുക്കും? 10 mm ആയിട്ട് കൊടുത്തു. 1 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് 10 mm ആയിട്ട് കൊടുത്തു. അപ്പം 40 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 4 സെൻറ്റിമീറ്റർ, 100 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 10 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചാൽ മതി. ശരി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനിയിപ്പം ഒരു ഹോറിസോണ്ടൽ ലൈൻ ഹോറിസോണ്ടൽ കൊടുത്തു. എന്നിട്ട് ഞാൻ ഈ പോയിൻ്റ് എടുത്തു. ഈ ഒരു പോയിൻ്റ് എടുത്തു. ഈ ഒരു പോയിന്റിന് ഞാൻ എ എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. എന്നിട്ട് 70 ഡിഗ്രിയാണ് മാർക്ക് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് വെച്ചിട്ട് 70 ഡിഗ്രി എടുത്തു. ഓക്കെ. 70 ഡിഗ്രി എടുത്തിട്ട് എത്രയാണ്? 40 mm. 40 mm എന്ന് പറയുമ്പോൾ 4 സെൻറ്റിമീറ്റർ വരച്ചു. ഓക്കെ. അപ്പം ഇതെന്തോന്നെന്ന് പറഞ്ഞു കിട്ടി? 70 ഡിഗ്രി എന്ന് പറഞ്ഞു കിട്ടി. ഇനിയിപ്പം 100 mm എന്ന് പറയുമ്പോൾ 10 സെൻറ്റിമീറ്റർ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ എന്തോന്ന് എടുക്കുക? കോമ്പസിലെടുക്കുക. ഈ പോയിന്റ് വെച്ച് ഇവിടെ മാർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ആയിട്ടാണ് പോയിന്റ് വരുന്നത്. ഈ പോയിന്റ് എനിക്ക് കിട്ടി. ഇതാണ് പോയിന്റ്. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ ഇതിനെയും കൂടെ മാർക്ക് ചെയ്തു. ഓക്കെ. അപ്പം ഇത് ബി, ഇതെന്താണ്? സി എന്ന് പറഞ്ഞ് കിട്ടി. ഇനിയിപ്പം ഇവിടെ ഒരു പെട്ടി വരയ്ക്കണം. സ്ലൈഡർ ക്രാങ്ക് ആണ്. അപ്പോൾ ഇവിടെ 90 ഡിഗ്രിയും കൂടെ വരച്ച് വെച്ചാൽ നല്ലതായിരിക്കും. ഇങ്ങോട്ടേക്കാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്, ഇങ്ങോട്ട് ഈ ഡയറക്ഷൻ. അപ്പം 600 ന്യൂട്ടൺ ഫോഴ്സ് ഞാൻ F = 600 ന്യൂട്ടൺ എന്ന് പറഞ്ഞ് കൊടുത്തു. F എന്ന് പറഞ്ഞ് പേര് വിളിച്ചു. ABC ഇവിടെ ഒരു ടോർക്ക് ഉണ്ട്, അത് ഞാൻ അടയാളപ്പെടുത്തി. ഇനി ഇതെത്ര mm ആണ്? ഇത് 40 mm ആണെന്നുള്ളത് കൊടുത്തു. ഇത് 100 mm ആണെന്നുള്ള കാര്യം കൊടുത്തു. ഇനി എന്തെങ്കിലും മാർക്ക് ചെയ്യാനുണ്ടോ? സി എല്ലാം മാർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? ഓക്കെ. ശരി. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. ഫോഴ്സ് അടയാളപ്പെടുത്തണം. അപ്പോൾ അതിന് ഞാൻ ലിങ്ക്, ഇതൊരു ലിങ്ക്, ഇത് രണ്ടാമത്തെ ലിങ്ക്, ഇത് മൂന്നാമത്തെ ലിങ്ക്. എന്നിട്ട് ഈ ഒരു സംഭവത്തിന് നമ്മൾ 4 എന്ന് പറഞ്ഞ് എടുത്തു. അപ്പോൾ ഞാൻ ഇവിടെ വരച്ചു. ഇനിയിപ്പം രണ്ടിൽ നിന്ന് നോക്കും. ഇത് ഫിക്സഡ് ആയതുകൊണ്ട് ഇവിടെ ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ അയൽവക്കത്തെ നമ്മുടെ, ഇവിടെ അയൽവക്കത്തെ നമ്മുടെ, ഇവിടെ അയൽവക്കത്തെ നമ്മുടെ, അയൽവക്കത്തെ നമ്മുടെ, ഇപ്പോൾ ഇവിടെയോ അയൽവക്കത്തെ നമ്മുടെ, ഇവിടെയോ അയൽവക്കത്തെ നമ്മുടെ. ശരി. അപ്പോൾ അങ്ങനെ പേരും കൊടുത്തു. ഇനിയിപ്പോൾ ഇതിനകത്ത് മിനിമം കൺസേൺ ഈ സൈഡിൽ മൊത്തം 3 എണ്ണം വരുന്നുണ്ട്. 2 ഇതും ഒരു ടോർക്കും. ഇവിടെ 2 ഇതും ഒരു അപ്ലൈഡ് ഫോഴ്സും. ഇപ്പോൾ മിനിമം ആയിട്ട് എടുക്കുന്നത് നമ്മൾ BC. അപ്പോൾ നമ്മൾ എന്തോന്ന് ചെയ്യണം? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അത് സ്കെയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ ആദ്യം എടുക്കുന്ന സംഭവം, അതായത് ഓരോ പാർട്ട് എടുത്ത് വരയ്ക്കുന്നതിനെ നമ്മൾ സ്കെയിൽ എഴുതി വരയ്ക്കും. ഇത് എത്രയായിരുന്നു? 10 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഇതിനെ നമ്മൾ 10-ൽ കൂടുതൽ എടുത്ത് വരച്ചിട്ട് ബാക്കി ഇവിടെ ആയിട്ട് വരയ്ക്കാം. വെറുതെ ഞാൻ താഴോട്ട് നീട്ടി സ്ഥലങ്ങളായിരിക്കും. ഇവിടെ ആയിട്ട് ഞാൻ വരച്ചിട്ട് ഇവിടെ നിന്ന് 10 സെൻറ്റിമീറ്റർ എടുക്കണം. 10 എന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ട് വരും. ഓക്കെ. ഇവിടെ ചെറിയ ലൈൻ ഓഫ് ആക്ഷൻ പോലെ കൊടുക്കുക. ഓക്കെ. ഇവിടെ അതുപോലെ കൊടുക്കുക. ഓക്കെ. കൊടുത്തു. ഇനിയിപ്പോൾ എന്താണ്? ഇതിന് പേര് കൊടുക്കുക. BAC. ഫോഴ്സ് അടയാളപ്പെടുത്തുക. ഫോഴ്സ് എത്രയാണ്? ഫോഴ്സ് എന്ന് പറയുന്ന സാധനം F23. ഇവിടെയോ F43. ഓക്കെ. അതവിടെ കഴിഞ്ഞു. ഇനിയിപ്പം ഈ സൈഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്തതിലേക്ക് ഏത് വരണം? ഈ 2 സൈഡുണ്ട്. അപ്ലൈഡ് ഫോഴ്സിലേക്ക് സൈഡിലേക്ക് അടുത്ത് വരും. അപ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യുക? ഇതിനെ പാരലൽ എടുക്കുക. നേരെ താഴോട്ട് വന്ന് ഇവിടെ ആയിട്ട് വരയ്ക്കുക അല്ലേ? ഈ പോയിന്റ് ഞാൻ ഇങ്ങനെ എടുത്തു. ഈ പോയിന്റ് എടുത്തിട്ട് ഈ പോയിന്റിൽ ഇങ്ങോട്ടേക്ക് ജസ്റ്റ് ഇങ്ങനെ വരച്ചു. അപ്പം ഇതാണ്, ഇങ്ങോട്ടേക്കാണ് ഇങ്ങനെ ഫോഴ്സ് പോകുന്നത്. F = 600 ന്യൂട്ടൺ. ഓക്കെ. ഇനിയിപ്പം എന്തോന്നാണ്? ഇത് കയറ്റി വരയ്ക്കണം. അതായത് റെഫറൻസ്, അതായത് ഇവിടെ നിന്ന് എടുക്കണ്ട, ഇവിടെ നിന്ന് തന്നെ ഇത് വെച്ചിട്ടാണല്ലോ വരയ്ക്കുന്നത്. അപ്പോൾ ഇത് തന്നെ, ഇത് 2 സെയിം ആണ്. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ട് ഇതിങ്ങനെ വരച്ചു. ഇതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ട് വരും? എല്ലാം ടുവേഴ്സ് ദ പോയിൻ്റാണ് വരുന്നത്. ഇങ്ങനെ വരയ്ക്കണം. ഇനി അടുത്തത് ഇതിനെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്? F34 എന്ന് വിളിക്കുന്നത്. കാരണം ഈ ഒരു സൈഡ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു സൈഡിൻ്റെ അകത്ത് F34, F14 ആണുള്ളത്. അതിൻ്റെ അകത്ത് F നമ്മളിവിടെ വരച്ചു, F34 ഇവിടെ വരയ്ക്കുന്നു. പിന്നെ അടുത്ത് F14 എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയിരിക്കും സ്ലൈഡർ ടാങ്കിൻ്റെ കേസിൽ. അപ്പം നമ്മളിവിടെ നിന്ന് ഇത് വെച്ചിട്ട് 90 ഡിഗ്രി എടുത്താണെങ്കിൽ ഇവിടെ വരച്ച് വെക്കാം. അല്ലെങ്കിൽ ഇവിടെ നിന്നാണെങ്കിലും ഡയറക്റ്റ് ഇങ്ങനെ എടുക്കാം. എനിക്ക് 90 ഇവിടെ കിട്ടി. അപ്പം ഫുള്ള് വരച്ചത് വേണ്ട, ജസ്റ്റ് ഒരു
പാരൽ എടുക്കാൻ വേണ്ടി ഇത്രയും കൊടുക്കുക. ഓക്കെ, ഇതിന് ടുവേർഡ്സ് ദ പോയിന്റ്. അപ്പോൾ ഇങ്ങോട്ട് ഇതെന്താണ് F14. അപ്പോൾ അതും ക്ലിയർ ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ഫോഴ്സ് അറിയാം. ഇത് ഫോഴ്സ് ഉണ്ട്, ഇത് ഫോഴ്സ് ഉണ്ട്. മൊത്തം 3 ഫോഴ്സ്, അതിനകത്ത് ഒരു ഫോഴ്സ് അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഫോഴ്സ് എന്ന് കേൾക്കുമ്പോൾ എന്താണെന്ന് നമുക്ക് കത്തണം വെക്റ്റർ ഡയഗ്രാം. അപ്പോൾ വെക്റ്റർ ഡയഗ്രാം അടുത്ത് വരയ്ക്കും. വെക്റ്റർ ഡയഗ്രാം വരയ്ക്കുക. അതിനെന്തെന്ന് വേണം? സ്കെയില് വേണം. ഓക്കെ, സ്കെയില് വേണം. 1 സെൻറ്റിമീറ്ററിന് ഞാൻ എത്രയായിട്ട് എടുക്കുന്നു? 600 ന്യൂട്ടൺ ആണ്. അപ്പോൾ 100 ന്യൂട്ടൺ ആയിട്ട് എടുത്താലോ? അപ്പോൾ എനിക്ക് 6 സെൻറ്റിമീറ്റർ കിട്ടും. അപ്പോൾ 100 ന്യൂട്ടനായിട്ട് എടുക്കണം, 200 ന്യൂട്ടനായിട്ട് എടുക്കണം. അപ്പോൾ 3 ഇത് വരച്ചാൽ മതി. 3 സെൻറ്റിമീറ്റർ എടുത്ത് വരച്ചാൽ മതി. ഏതായാലും ഞാൻ 200 ന്യൂട്ടൺ കൊടുക്കാം. 200 ന്യൂട്ടൺ. അപ്പം ഈ വാല്യൂവിനെ 200 കൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം വരയ്ക്കാൻ. ഓക്കെ, അപ്പം ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്ന വാല്യൂ ഈ വാല്യൂ ആണ്. അപ്പം 600 ഡിവൈഡഡ് ബൈ 200 ചെയ്യുമ്പോൾ എത്ര വരും? 3 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ഓക്കെ, ഇതിനിങ്ങനെ എടുത്തു, ഇതിനെടുത്തു, ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഈ പോയിന്റിൽ നിന്ന് ഞാൻ 3 സെൻറ്റിമീറ്റർ എടുത്തു. ഇതാണ് എന്തോന്ന്? F=600 ന്യൂട്ടൺ. ഓക്കെ, ഈ ബാക്കി 2 സൈഡിന് എന്ത് ചെയ്യും? ഞാൻ റോൾ ചെയ്ത് ഏതെങ്കിലും ഇപ്പോൾ വരച്ചതിനെ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സൈഡ് മുട്ടിക്കൊണ്ട് ഞാൻ വരയ്ക്കും. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ വരച്ചു. അപ്പോൾ ഇതിന് ലൈൻ ഓഫ് ആക്ഷൻ കൊടുക്കും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്തത് എന്താണ്? F14. ഇതിനെടുത്തിട്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ പോയിന്റ് കിട്ടി. ഈ വരച്ചത് എന്തോന്നാണ്? F14. ഈ വരച്ച എന്തോന്നാണ്? F34. ഇനി ഇതിൻ്റെ ഡയറക്ഷൻ അറിയാം. ഇതിനെ ക്ലോസ്ഡ് ആക്കുന്ന പോലെ കൊടുക്കുക. ഇത് ഇങ്ങോട്ടാണ്, ഇതിങ്ങനെ വരും. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പോകും. ഇത് അങ്ങനെ എല്ലാത്തിനും ഡയറക്ഷനും കിട്ടും. ഓക്കെ അല്ലേ? പക്ക. അപ്പോൾ വെക്റ്റർ ഡയഗ്രാം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തെന്ന് ചെയ്യുക? ഇതിനെ മെഷർ ചെയ്യുക. എനിക്ക് 1.2 കിട്ടി. ചെറിയൊരു വ്യത്യാസം വരെ നിങ്ങൾ എടുക്കുമ്പോൾ 1.2 സെൻറ്റിമീറ്ററാണ് എനിക്ക് കിട്ടിയത്. ഇൻറ്റു എന്താണെന്ന് ചെയ്യണം? 200 ചെയ്യണം. അപ്പം 1.2 × 200 എന്ന് പറയുമ്പോൾ 240 വരും. 240 എന്തോന്നാണ്? ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ അത് കിട്ടി. ഇനി അടുത്തത് ഇത് അളക്കുക. 3.2 സെൻറ്റിമീറ്റർ × 200. അപ്പോൾ എത്ര കിട്ടും? 640 കിട്ടും. അപ്പം 640 എന്തോന്നാണ്? ന്യൂട്ടൺ എന്ന് പറഞ്ഞ് F34 കിട്ടി. അപ്പോൾ F34, F14 കിട്ടി. F നമുക്ക് വെച്ചിട്ടാണ് ശരി. ഇത് കഴിഞ്ഞു. ഇനിയിപ്പോൾ ടോർക്കിൻ്റെ സൈഡിലേക്ക് പോകും. അപ്പോൾ അത് ഞാൻ താഴോട്ട് വരയ്ക്കുന്നില്ല, ഇവിടെ ആയിട്ട് വരയ്ക്കാം. ഓക്കെ, ടോർക്കിൻ്റെ സൈഡ് നമ്മൾ എടുക്കുമ്പോൾ അത് പാരൽ എടുക്കുക, അതിനെ മെഷർ ചെയ്ത് അങ്ങനെ എടുക്കുക. ഇതിനെ ഞാൻ ഇപ്പോൾ ഇങ്ങനെ മെഷർ ചെയ്തു. ഇതിങ്ങനെ വെച്ചു, ഇന്ന് വരെ കൊണ്ടുവന്നു. ഒരു വീൽ ഇറങ്ങിയാലും പാരൽ എടുക്കുന്നത് തെറ്റും. ജസ്റ്റ് ഒരു ലൈൻ ഇങ്ങനെ കൊടുത്തു. ശരി, ഇപ്പോൾ ഇതിന് എത്രയാണ്? 40. അപ്പോൾ 4 സെൻറ്റിമീറ്റർ. ഇതാണ്, ഇവിടെയാണ് ഈ പോയിന്റ് അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരെന്തുമാണ്? മണ്ടയ്ക്ക് ഇവിടെ B എന്ന് പറഞ്ഞ് വരും, താഴെ ഇവിടെ A എന്ന് പറഞ്ഞ് വരും. ഇവിടെ F12 എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഇവിടെ F32 എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇനിയിപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്തു? റെഫറൻസ് ഇതല്ലേ റെഫറൻസ്. ഇതിനടുത്ത് ഞാൻ എന്നിട്ട് വെറുതെ ഒരു പോയിന്റ് എടുക്കുക. അവിടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. നമ്മളിവിടെ കിട്ടുന്നെങ്കിൽ ഈ എടുത്തിരിക്കുന്നതാണ് എന്താന്ന്? പെർപെൻഡിക്കുലർ. ഇതിൻ്റെ പേരാണ് H എത്ര കിട്ടി? 3.95. ചെറിയൊരു വ്യത്യാസം വരും വരയ്ക്കുന്നതിൻ്റെ അകത്ത്. ഒരു മിസ്റ്റേക്ക് വല്ലതും പറഞ്ഞാൽ കുറച്ച് മാക്സിമം പക്കാക്കി വരയ്ക്കുക. അപ്പോൾ ഓക്കെ, 3.95 സെൻറ്റിമീറ്റർ ആണ്. ഇതിന് നമ്മളെപ്പോഴും മീറ്ററിൽ വേണം എഴുതാൻ. അപ്പം 0.0395 എന്നല്ലേ വരുന്നത് മീറ്റർ. അപ്പോൾ F34 എന്ന് പറയുമ്പോൾ ഇത്, അപ്പോൾ ഇത് ഇങ്ങനെ ടച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന F43. അപ്പോൾ ഇത് സെയിം. ഇത് ടച്ച് ഉണ്ട് F23, F32. അപ്പോൾ F32 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് എടുക്കാൻ. താഴത്തെ അല്ല, താഴെ ഇങ്ങനെ വരത്തില്ല, കാരണം ഇത് ഫിക്സഡ് ആണ്. ഓക്കെ, അപ്പോൾ F34 = അപ്പോൾ അങ്ങനെ എടുത്തു. അപ്പോൾ ഞാനിവിടെ എഴുതി F32 എന്ന് പറയുന്നത് F34 ഈക്വലാണ് എന്ന് പറഞ്ഞ് എഴുതി. ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ട്, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കറങ്ങുന്ന ഏത് ഡയറക്ഷനിലാണ്? കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് കറങ്ങുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ടോർക്ക് എന്ന് പറയുന്ന സാധനം ക്ലോക്കിൽ കിട്ടും. അപ്പോൾ ഇതിന് കപ്പിളെന്ന് എഴുതും. കപ്പിൾ = F × H ആണ്. F എന്ന് പറയുന്നത് ഞാനിവിടെ F32 × H. F32 എന്ന് പറയുന്നത് എത്രയാണ്? F34 തുല്യമാണ്. അപ്പോൾ 640 × 0.0395 എന്ന് പറഞ്ഞ് വരും. അപ്പം 640 ×
0.0395 എന്ന് പറയുന്നത് എത്ര വരും? 25.28 ന്യൂട്ടൺ മീറ്റർ അല്ലേ? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ അതിൻ്റെ ടോർക്ക് എന്ന് പറയുമ്പോൾ 25.28 ന്യൂട്ടൺ മീറ്റർ ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞ് വരും. വാല്യൂസിന് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിലും ചെയ്യുന്ന മെത്തേഡ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ നമുക്ക് എടുത്തെഴുതാൽ നമ്മൾ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്? ടോർക്കാണ് ചോദിച്ചിരിക്കുന്നത്. ടോർക്ക് is equal to 25.28 ന്യൂട്ടൺ മീറ്റർ ഇൻ ദ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് പറഞ്ഞ് എഴുതുക. അത്രേ ഉള്ളൂ മോഡൽ 4. അപ്പോൾ നമുക്ക് പഠിച്ചത് വെച്ചിട്ട് നമ്മൾ പഠിച്ച ടോപ്പിക് എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റി. 4th മോഡൽ. തേർഡ് മോഡ്യൂളിൽ നിന്ന് പാർട്ട് ബി ചോദിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഗിയർ ട്രെയിനിൻ്റെ കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ ഗിയറിൻ്റെ കാര്യം ചോദിക്കാം, അല്ലെങ്കിൽ ORB ആയിട്ടുള്ള സിന്തസിസ് 2 സിന്തസിസ് 3 അതിനെപ്പറ്റി ചോദിക്കാം. ശരി, നമ്മൾ പഠിച്ചിരിക്കുന്ന ടോപ്പിക് എന്നുള്ളത് ഗിയർ ട്രെയിനും ഗിയറുമാണ്. ഗിയർ ട്രെയിൻ വിത്ത് എ നീറ്റ് സ്കെച്ച് എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ഗിയർ ട്രെയിനിൻ്റെ നമ്മൾ പഠിപ്പിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ഗിയർ ട്രെയിൻ, ടൈപ്സ് ഓഫ് ഗിയർ ട്രെയിൻ, സിമ്പിൾ ഗിയർ ട്രെയിൻ, കോമ്പൗണ്ട് ഗിയർ ട്രെയിൻ, റിവേർട്ടഡ് ഗിയർ ട്രെയിൻ, എപ്പിസൈക്ലിക് ഗിയർ ട്രെയിൻ. അപ്പോൾ ആ ഒരു സെക്ഷൻ നോക്കുക. അപ്പം അതിൽ നിന്നാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യേണ്ടത്. 6 മാർക്കിനാണ് അത് ചോദിച്ചിരിക്കുന്നത്. ശരി, ഇനിയിപ്പോൾ അടുത്ത ചോദ്യം, എ പിനിയൻ ഹാവിങ് 30 ടീത്ത് ഡ്രൈവ്സ് എ ഗിയർ ഹാവിങ് 80 ടീത്ത്. ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ഡെമോ ക്വസ്റ്റ്യൻ പോലെ ചെയ്തായിരുന്നു. എന്നിരുന്നാലും പ്രോബ്ലം ആയതുകൊണ്ട് ഇതിൻ്റെ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, 15B. ഗിവൺ ഡേറ്റയൊക്കെ ആദ്യം എടുത്തെഴുതാം. ഗിവൺ ഡേറ്റ എന്തോന്നാണ്? എ പിനിയൻ ഹാവിങ്, പിനിയൻ എന്നാണ് പറഞ്ഞില്ല, അപ്പോൾ സ്മോൾ ടി കൊടുക്കാം. സിക്കൽ ടു 30. ഡ്രൈവ്സ് എ ഗിയർ ഹാവിങ് 80 ടീത്ത്. അപ്പോൾ അതിനെ ക്യാപിറ്റൽ ടി എന്ന് കൊടുക്കുക, അതിനെ 80 എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ അത് എന്താണ്? ദ പ്രൊഫൈൽ ഓഫ് ദ ഗിയേഴ്സ് ഇസ് ഇൻവോൾവഡ് വിത്ത് 20 ഡിഗ്രി പ്രഷർ ആംഗിൾ. 20 ഡിഗ്രി പ്രഷർ ആംഗിൾ. അപ്പം 5 ഈക്വൽ ടു 20 ഡിഗ്രി. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത് എന്താണ്? 12 mm മോഡ്യൂൾ. അപ്പോൾ ക്യാപിറ്റൽ എം, മോഡ്യൂൾ ഈക്വൽ ടു 12 mm എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത് എന്താണ്? അഡണ്ടം തന്നിട്ടുണ്ട്. അപ്പോൾ അഡണ്ടം ഈക്വൽ ടു എത്രയാണ്? 10 mm എന്ന് പറഞ്ഞ് കൊടുത്തു. ഓക്കെ, ഇനിയിപ്പോൾ നമ്മളോട് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ലെങ്ത് ഓഫ് പാത്ത് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടി, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് കണ്ടുപിടി, അതുപോലെ തന്നെ എന്താണ് കോണ്ടാക്ട് റേഷ്യോ CR കണ്ടുപിടി. ഇതാണ് ചോദ്യം. അതിന് വേണ്ടിയിട്ട് പിനിയണും വീലും പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം പിനിയണെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് എഴുതി, വീലെന്ന് പറഞ്ഞ് സെപ്പറേറ്റ് എഴുതി. എന്നിട്ട് ഇവരുടെ രണ്ടുപേരും കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാം. നമുക്ക് എല്ലാ ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻസ് വെച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. മോഡ്യൂളിൻ്റെ ഇക്വേഷൻ എന്നാ? മോഡ്യൂൾ ഇസ് ഈക്വൽ ടു D/T ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് നമുക്ക് D അറിയത്തില്ല. അപ്പോൾ D ഇസ് ഈക്വൽ ടു MT എന്ന് പറഞ്ഞ് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് മോഡ്യൂൾ അറിയാം എത്രയാണ്? 12. സ്മോൾ ടി എത്രയാണ്? 30. ചെയ്യുമ്പോൾ എത്ര വരും? 12 × 30 ചെയ്യുമ്പോൾ 360. അപ്പോൾ 360 എന്തോന്നാണ്? MM ആണ് അല്ലേ? ഇതെല്ലാം MM-ലല്ലേ? അപ്പോൾ ഇത് MM ആണ്. ഓക്കെ, ഇനിയിപ്പോൾ അതിൻ്റെ റേഡിയസ് നമുക്ക് കണ്ടുപിടിക്കത്തില്ലേ? അപ്പം 360 ÷ 2 ചെയ്യുമ്പോൾ 180. അപ്പോൾ 180 mm ആണ് അതിൻ്റെ റേഡിയസ്. ഓക്കെ, ഇനിയിപ്പം അതിനൊപ്പം തന്നെ നമുക്ക് അടുത്തൊരു സെറ്റും കൂടെ കണ്ടുപിടിച്ച് നോക്കാം. എന്താണ്? RA എന്ന് പറയുന്നത് R പ്ലസ് അഡണ്ടമാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് RA എന്ന് പറയുന്നത്, R എന്ന് പറയുന്നത് 180, അഡണ്ടം എന്ന് പറയുന്നത് 10. അപ്പോൾ 190 mm ആണ് എന്തോന്ന്? RA. അപ്പോൾ അതും കണ്ടുപിടിച്ചു. ഓക്കെ, വേണ്ടതൊക്കെ കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അതേപോലെ വീലിൻ്റെയും കണ്ടുപിടിക്കാം അല്ലേ? വീലിൻ്റെ എന്ന് പറഞ്ഞാൽ M is equal to എന്താണ്? ക്യാപിറ്റൽ D/T വീലിൻ്റെ. അപ്പം D is equal to MT. അപ്പോൾ M എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ്. T എന്ന് പറയുന്നത് എത്രയാണ്? 80 ആണ്. ഇനിയിപ്പോൾ 12 × 80, 12 × 80 ചെയ്യുമ്പോൾ എത്ര വരും? 960 എന്ന് പറഞ്ഞ് വരും. MM ആണ്. ഓക്കെ, D കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അടുത്തത് 960 ÷ 2, അതായത് റേഡിയസ്. അപ്പം ക്യാപിറ്റൽ R എന്നാണ് റേഡിയസിന് കൊടുത്തത്. അപ്പോൾ 960 ÷ 2 എന്ന് പറയുന്നത് 480 mm എന്ന് പറഞ്ഞ് കിട്ടി. അപ്പോൾ അതും കണ്ടുപിടിച്ചു. ഇനിയിപ്പോൾ അടുത്ത മറ്റേ സെറ്റ്, ക്യാപിറ്റൽ RA എന്ന് പറയുന്നത് റേഡിയസ് പ്ലസ് അഡണ്ടമാണ്. ഓക്കെ, R എന്ന് പറയുന്നത് 480 പ്ലസ് അഡണ്ടം എത്ര? 10. അപ്പോൾ 490 mm എന്ന് പറഞ്ഞ് കിട്ടും. അതാണ് RA. അപ്പോൾ അതും കണ്ടുപിടിച്ചു. ഇനി എന്തോന്നാണ്? ഇനിയിപ്പോൾ ഡയറക്റ്റ് എടുത്തിട്ട് കൊടുത്താൽ പോരെ. ഇനിയിപ്പോൾ മറ്റേ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇക്വേഷൻ എന്തോന്നാണ്? LPC എന്ന് പറയുമ്പോൾ എന്തോന്നാണ്? KL എന്നാണ്. KLൻ്റെ ഇക്വേഷൻ RA² - R² cos² 5. ഇവിടെ റൂട്ടൊന്നും ഇല്ല കേട്ടോ, ഇവിടെ വരെ റൂട്ടുള്ളേ. ഓക്കെ, RA² - R² cos² 5 പ്ലസ് അടുത്ത റൂട്ട് RA² - R²
കോസ് സ്ക്വയർ ഫൈ റൂട്ട് കഴിഞ്ഞു. ഇനി മൈനസ് ആർ പ്ലസ് ആറ് സൈൻ ഫൈ എന്ന് പറഞ്ഞ് വരും. ഇതാണ് ഇക്വേഷൻ. അപ്പോൾ അതിൽ ഡയറക്റ്റ് എടുത്ത് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഡയറക്റ്റ് ഇട്ട് കൊടുക്കാൻ നേരത്ത് എന്തോന്ന് വരും, ശരി എഴുതി വെക്കാം. എന്തോന്ന് വരും, ഈക്വൽ ടു ആറ് എന്ന് പറയുന്നത് 490 സ്ക്വയർ മൈനസ് ആർ സ്ക്വയർ എന്ന് പറയുന്നത് 480 സ്ക്വയർ ഇൻറ്റു കോസ് ഫൈ എന്ന് പറയുന്നത് 20 സ്ക്വയർ. കോസ് സ്ക്വയർ ഫൈനെ 20 സ്ക്വയർ ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് പ്ലസ് റൂട്ട് ഓഫ് ആറ് സ്ക്വയർ, ആറ് എന്ന് പറയുമ്പോൾ 190 സ്ക്വയർ മൈനസ് 180 സ്ക്വയർ എന്ന് ഇൻറ്റു കോസ് സ്ക്വയർ ഫൈവ് എന്ന് പറയുന്നത് 20 സ്ക്വയർ. ഓക്കെ, എന്നിട്ട് മൈനസ് എന്തോന്നാണ് ആറ് പ്ലസ് ആർ 480 പ്ലസ് 180 സൈൻ 20. ഓക്കെ, അപ്പോൾ ഇതിനെ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ അടിക്കുക. ഇനി സെപ്പറേറ്റ് ആയിട്ട് ചെയ്താലും മതി. അപ്പം ഞാനാദ്യം റൂട്ട് അടിച്ചു. 490 സ്ക്വയർ മൈനസ് 480 സ്ക്വയർ ഇൻറ്റു കോസ് 20 സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് 190 സ്ക്വയർ ഇൻറ്റു കോസ് 20 സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ഇവിടെ വന്നിട്ട് മൈനസ് 480 പ്ലസ് 180 ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇൻറ്റു സൈൻ 20 എന്ന് പറഞ്ഞ് കൊടുത്തു. ഫിസിക്കലിൽ എത്ര വരും, 132.671 എന്ന് പറഞ്ഞ് വരും, MM പറഞ്ഞ് വരും. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത എന്താണ്, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് എന്ന് പറയുന്നത് LBC ബൈ കോസ് ഫൈവ് അല്ലേ, 132.671 mm ഡിവൈഡഡ് ബൈ കോസ് 20. അപ്പോൾ എത്ര വരും, ഇത് ഡിവൈഡഡ് ബൈ കോസ് 20 ചെയ്യുമ്പം 141. എത്ര കിട്ടി, 141.186 mm എന്ന് പറഞ്ഞ് കിട്ടി. അതാണ് LAC. ഇനിയിപ്പോൾ കോണ്ടാക്ട് റേഷ്യോ എന്ന് പറയുന്നത് എന്തോന്നാണ്, ലെങ്ത് ഓഫ് ആർക്ക് ഓഫ് കോണ്ടാക്ട് ബൈ സർക്കുലർ പിച്ച്. ഇനിയിപ്പോൾ സർക്കുലർ പിച്ച് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്തോന്നാണ്, സർക്കുലർ പിച്ച് എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു മോഡ്യൂളാണ്. ഓക്കെ, അപ്പോൾ പൈ ഇൻറ്റു മോഡ്യൂൾ എന്ന് പറയുന്നത് പൈ ഇൻറ്റു എത്രയാണ്, മോഡ്യൂൾ 12. അപ്പോൾ 12 പൈ ചെയ്യുമ്പോൾ എത്ര വരും, 12 ഇൻറ്റു ഷിഫ്റ്റ് പൈ ചെയ്ത് എത്ര വരും, 37.699 എന്ന് പറഞ്ഞ് വരും. അപ്പം 37.699 ആണ് എന്താണ് പൈ എമ്മിൻ്റെ വാല്യൂ, സർക്കുലർ പിച്ച് MM. അപ്പോൾ LAC എത്രയാണെന്നറിയാം നമുക്ക്, 141.186 ഡിവൈഡ് ബൈ 37.699 mm എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോഴത്തേക്ക് ഞാൻ എന്തോന്ന് ചെയ്തു, 141.186 ഡിവൈഡ് ബൈ 37.699 ചെയ്തപ്പോഴത്തേക്കും 3.745 എന്തോന്ന് കിട്ടി, കോണ്ടാക്ട് റേഷ്യോ കിട്ടി. അപ്പോൾ തേർഡ് മോഡ്യൂളും നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് തന്നെ. ഇനിയിപ്പോൾ അടുത്ത സെക്കൻഡ് മോഡ്യൂൾ പറയാൻ നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കൊമ്പനായിട്ടുള്ള തിയറി ക്വസ്റ്റ്യനാണ് അസലേഷൻ, കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് അസലറേഷനും പിന്നെ ക്യാം ഷോർട്ട് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അതിൻ്റെ B ആയിട്ട് വന്നിരിക്കുന്നത് ആംഗുലാർ അസലറേഷൻ കണ്ടുപിടിക്കുക, ആംഗുലാർ വെലോസിറ്റി കണ്ടുപിടിക്കുക, അങ്ങനത്തെ ഒരു ടോപ്പിക്കിൽ നിന്നാണ് പാർട്ട് ബി നിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചത് വെച്ചിട്ട് നമുക്ക് ഉറപ്പായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ഓറുണ്ട്, ക്യാം ചോദിച്ചിട്ടുണ്ട്, പിന്നെ അസലറേഷൻ, കോറിയോളിസ് കമ്പോണൻ്റ് ഓഫ് അസലറേഷൻ തിയറി പാർട്ടിൻ്റെ അതും ചോദിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പഠിച്ചത് വെച്ചിട്ട് നമുക്ക് മോഡ്യൂൾ 2 സൂപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ശരി, ഏതായാലും ഈ ക്വസ്റ്റ്യൻ നോക്കാം. 14A, എ ക്യാം റൊട്ടേറ്റിംഗ് ക്ലോക്ക് വൈസ്. അപ്പോൾ ക്യാം എങ്ങനെയാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ക്യാം വന്നിട്ട് ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലോക്ക് വൈസിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. വിത്ത് എ യൂണിഫോം സ്പീഡ് ഗീവ്സ് ദ ഫോളോയിങ് മോഷൻ വിത്ത് എ നൈഫ് എഡ്ജ് ഫോളോവർ ആണ്. ഫോളോവർ ടു മൂവ് ഔട്ട്വേർഡ്സ് ത്രൂ എ ഡിസ്റ്റൻസ് ഓഫ് 40 mm. ശരി, അതായത് സ്ട്രോക്കാണ് തന്നിരിക്കുന്നത്. എന്തോന്ന്, സ്ട്രോക്ക് S എന്ന് പറയുന്നത് 40 mm ആണ് തന്നിട്ടുണ്ട്. ശരി, ഡ്യൂറിങ് 120 ഡിഗ്രി ഓഫ് ക്യാം റൊട്ടേഷൻ, അതായത് θO ഔട്ട്വേർഡ്സ് എത്രയാ 120 ഡിഗ്രി.
ഡ്വെല്ല് തീറ്റ ഡി എത്രയാണ് 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ഓക്കെ, ഫോളോവർ ടു റിട്ടേൺ അത് തീറ്റ ആർ എന്ന് പറയുന്നത് എത്ര 120 ഡിഗ്രി. അപ്പോൾ അതെന്തോന്നാണ് 120 60 120 എന്നുള്ള രീതിയിലാണ് പോകുന്നത്. എന്നിട്ട് ബാലൻസ് ഉള്ള റിമൈനിങ് ഡെല്ല് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തോന്നാണ് തീറ്റ ഡി 60 ഡിഗ്രി ആണ്. അതിപ്പോൾ തന്നില്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. ദ മിനിമം റേഡിയസ് ഓഫ് ദ ക്യാം ഇസ് 40 mm. മിനിമം റേഡിയസ് ഓഫ് ദ ക്യാമിൻ്റെ റേഡിയസ് ആണ് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് 40 mm, അതായത് 4 സെൻറ്റിമീറ്റർ. ഓക്കെ, ആൻഡ് ദ ലൈൻ ഓഫ് സ്ട്രോക്ക് ഓഫ് ദ ഫോളോവർ ഈസ് ഓഫ്സെറ്റ് 15 mm from the axis of the cam, and the displacement of the follower is to take place with a simple harmonic motion on the outward stroke and uniform acceleration during the mid stroke. Okay, base radius of the minimum radius of the cam എത്ര എന്ന് പറഞ്ഞിട്ടുണ്ട് 40 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഓഫ്സെറ്റ് ഉണ്ട്. ഓഫ്സെറ്റ് ക്യാമാണ് വരയ്ക്കേണ്ടത്. ഓഫ്സെറ്റ് എത്രയാണ് 15 mm. ഏത് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമുക്ക് റൈറ്റിലേക്ക് എടുക്കാം. തീറ്റ ഓ വന്നിട്ട് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, തീറ്റ ആർ എന്ന് പറയുന്ന സാധനത്തിന് ഏത് ഇതിലാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത് യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷനിലാണ് വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയും മനസ്സിലായില്ലേ? ഡ്രോ ദ ക്യാം പ്രൊഫൈൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ക്യാമിൻ്റെ പ്രൊഫൈൽ സിന്തസിസ് ആണ് ചോദ്യം. അത് ക്യാമ് വരയ്ക്കണമെങ്കിൽ നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കണമെങ്കിൽ സ്ട്രോക്ക് അറിയാം, തീറ്റ ഓ തീറ്റ ഡി തീറ്റ ആർ അറിയാം. പിന്നെ തീറ്റ ഓ വന്നിട്ട് സിമ്പിൾ ഹാർമോണിക് മോഷനിലാണ് വരയ്ക്കേണ്ടത്. തീറ്റ ആർ വന്നിട്ട് യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷനിലേക്കാണ് വരയ്ക്കേണ്ടത്. അപ്പം അത് വെച്ച് വരച്ച് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരച്ചതിന് ശേഷം അത് വെച്ചിട്ട് ക്യാമ് വരയ്ക്കുക. ക്യാമിൻ്റെ ഭാഗത്തേക്ക് പോകുന്നിടത്ത് ക്യാമ് 40 mm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ്സെറ്റ് 15 mm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എങ്ങോട്ടേക്കാണ്, ഏത് ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ റൈറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം എന്ന് പറഞ്ഞ് എഴുതിയിട്ട് വേണം വരയ്ക്കാനായിട്ട്. പിന്നെ ക്യാം ക്ലോക്ക് വൈസ് ആണ് കറങ്ങുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വേണം ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് വേണം ആംഗിൾസ് ഒക്കെ എടുക്കാനായിട്ട്. പിന്നെ നൈഫ് എഡ്ജ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പം ബേസ് സർക്കിളും പ്രൈം സർക്കിളൊക്കെ ഒന്ന് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തലയ്ക്കകത്ത് കൊണ്ടുവരിക. ശരി, ഇനിയിപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരയ്ക്കുക അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ 3 ആംഗിൾസും കൂട്ടുക. 120 + 120 + 60. ഓക്കെ, മൊത്തം കൂട്ടാൻ നേരത്തെ 300 എന്ന് പറയുന്നത് സ്കെയിലിലെ 150-നേക്കാളും വലുതല്ലേ. അപ്പോൾ ഇതിന് ഞാൻ ഓരോ ആംഗിളിനെ 20 ഡിഗ്രി വെച്ചെടുത്താലോ? അപ്പോൾ 300 / 20 ചെയ്യാൻ നേരത്തെ എത്ര വരും? 15 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ 15 സെൻറ്റിമീറ്റർ എടുത്ത് എനിക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം വരച്ചാൽ മതി. ഓക്കെ, എക്സ് ആക്സിസ് 1 സെൻറ്റിമീറ്റർ = 20 ഡിഗ്രി എന്ന് പറഞ്ഞ് ആ സ്കെയിൽ എടുത്തു. ഇനിയിപ്പോൾ ഞാൻ വെച്ചു 15 എടുത്തു. ഇനിയിപ്പം ഡിവൈഡ് ചെയ്യണം. ഇപ്പോൾ 120 ഡിഗ്രി എന്ന് പറയുമ്പം 120 / എത്രയാണ് സ്കെയിൽ എടുത്തത് 6. അപ്പോൾ ആദ്യത്തെ 6 സെൻറ്റിമീറ്റർ, അടുത്തത് 60 ഡിഗ്രി. 60 ഡിഗ്രി / 20. അപ്പം അടുത്ത 3 സെൻറ്റിമീറ്റർ. ബാലൻസ് ഉള്ളത് 6 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതിനെ ഇനി ഈക്വൽ പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണ്ടേ? തീറ്റ ഓനെയും തീറ്റ ആറിനെയും ഞാൻ നോർമലി 6 ഈക്വൽ പാർട്സ് ആക്കുന്നത്. അപ്പം ഇത് എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കുക. 6 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പം 6 സെൻറ്റിമീറ്റർ / നമുക്ക് എത്ര ഈക്വൽ പാർട്സ് ആക്കണ്ടേ? 6. അപ്പോൾ അത് കൊടുക്കുക. അപ്പോൾ എത്ര വരും? 1 എന്ന് പറഞ്ഞ് വരും. അപ്പം 1 സെൻറ്റിമീറ്റർ = 1 സെൻറ്റിമീറ്റർ വെച്ചാണ് ഈക്വൽ പാർട്ട് ആക്കേണ്ടത്. 1 സെൻറ്റിമീറ്റർ വെച്ച് 6 ആക്കാൻ നേരത്തെ 6 ഈക്വൽ പാർട്ട് കിട്ടും. ഓക്കെ, ഇപ്പുറം സെയിം 6 സെൻറ്റിമീറ്റർ തന്നെ ആയതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യുന്നില്ല, അങ്ങനെ തന്നെ. ശരി, ഇനിയിപ്പോൾ എന്നാ ചെയ്യണം? സ്ട്രോക്കും കൂടെ വരച്ചേക്കാം, വൈ ആക്സിസും കൂടെ വരച്ചേക്കാം. സാധാരണ നമ്മൾ വൈ ആക്സിസ് അല്ലെങ്കിൽ സ്ട്രോക്കിനെ നമ്മൾ സ്കെയിൽ ചെയ്യാറില്ല. 40 mm എന്ന് പറയുമ്പോൾ 4 സെൻറ്റിമീറ്റർ ആണ്. അതങ്ങനെ കൊടുക്കുക, 4 സെൻറ്റിമീറ്റർ. അതുപോലെ ഇപ്പുറം. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആയതുകൊണ്ട് ആ ഭാഗം വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി നീക്കി വരയ്ക്കുക, കാരണം അവിടെ മറ്റേ സർക്കിൾ വരുന്നതുകൊണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ ഇതും കൂടെ കൂട്ടിമുട്ടിക്കുക. ഇതും വരച്ചു. ഇനിയിപ്പോൾ എന്താണെന്ന് ചെയ്യണം? ഇതിന് ഈക്വൽ പാർട്സ് ആക്കണ്ടേ? നമ്മൾ ആ താഴെ ആക്കിയതുപോലെ തന്നെ മുകളിലും ആക്കുക. താഴെ എന്ന് പറയുമ്പം 6 സെൻറ്റിമീറ്ററിൽ ഒരു പോയിന്റ്, പിന്നെ 3 സെൻറ്റിമീറ്റർ ഇവിടെ ഒരു പോയിന്റ്, പിന്നെ ബാക്കിയുള്ളതാണ്. പിന്നെ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് മാർക്ക് ചെയ്ത് ഇതിനെ കൂടെ മുട്ടിച്ച്. ഓക്കെ, പിന്നെ എപ്പോഴും ഇതിനെ കുറച്ച് ചെറുതായിട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കാണിച്ചിട്ട് എന്തോന്ന് കാണിക്കണം? ഇങ്ങോട്ടേക്ക് ആരോ കൊടുത്തിട്ട് തീറ്റ ഡി എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇതാണ് എന്തോന്ന് റിമൈനിങ് ഡെൽറ്റ. ഓക്കെ, അപ്പോൾ അതും കൊടുത്തു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ സൈഡിൽ സ്ട്രോക്ക് അടയാളപ്പെടുത്തുക. സ്ട്രോക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 40 mm. സാധാരണ സ്കെയിൽ ചെയ്യാറില്ല, അതിനങ്ങനെ തന്നെ കൊടുത്തേക്കുക. ശരി, അപ്പം ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം മാർക്ക് ചെയ്തു, ഇതെല്ലാം ചെയ്തു. അപ്പം ഇത്രയും ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ
ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാമിലും ഒരുപോലെയാണ്. എന്നിട്ട് ഇനിയാണ് നമ്മൾ ഏതാണോ ചോദിച്ചിരിക്കുന്നത് അത് വരയ്ക്കുന്നത്. ഓക്കെ, ശരി. ഈ സൈഡ് സിമ്പിൾ ഹാർമോണിക് മോഷനാണ്, ഈ സൈഡോ യൂണിഫോം അസലറേഷൻ ആൻഡ് റിട്ടാർഡേഷൻ ആണ്. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണെങ്കിൽ എന്താ ചെയ്യണം? സ്ട്രോക്കിൻ്റെ പകുതിനെ റേഡിയസ് ആയിട്ട് എടുക്കണം. സ്ട്രോക്ക് ഇവിടെ 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എന്ന് പറയുമ്പം 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്ററിനെ റേഡിയസ് ആക്കി കറക്റ്റ് വെക്കുക. വെച്ചതിന് ശേഷം ഓക്കെ, ഇതാണ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റ് വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ റേഡിയസിനെ അങ്ങോട്ടിങ്ങനെ വരയ്ക്കുക. ഓക്കെ, ഇനി ഈ സെമി സർക്കിളിനെ 6 ഈക്വൽ പാർട്സ് ആക്കണം. സെമി സർക്കിളിൻ്റെ ഇവിടെ മുതൽ ഇവിടെ ഉള്ള ഒരു ആംഗിൾ എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ്. ഡിവൈഡഡ് ബൈ 6 ചെയ്യുമ്പം എത്ര വരും? 30 ഡിഗ്രി വരും. അപ്പം പ്രൊട്രാക്ടർ എടുത്ത് ഇവിടെ വെക്കുന്നു, 30 ഡിഗ്രി എടുത്ത് മാർക്ക് ചെയ്യുന്നു. 3, 6, 9, 12, 15, 18 എന്ന് പറഞ്ഞു വരും. ഓക്കെ അല്ലേ? ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഇത് ഈ പോയിന്റ്. ഓക്കെ, ഇനി അടുത്തത് ഇതും കൂടെ കൂട്ടിമുട്ടുന്ന ഈ പോയിന്റ്. ഓക്കെ ഓക്കെ, ഇനിയിപ്പോൾ നമ്പർ എവിടെ നിന്നാണ് ചെയ്യേണ്ടത്? ഇവിടെ നിന്നല്ലേ? ഇവിടെ നിന്ന് വേണം ഇങ്ങനെ നമ്പർ, ഈ 0 എന്ന് വേണം ഇങ്ങോട്ട് നമ്പറിങ് പോകാം. അപ്പം 1, ഈ പോയിന്റ് 1, ഈ പോയിന്റ് 2, ഇത് 3, 4, 5, 6. ഓക്കെ, കറക്റ്റ് പേരിൽ വെച്ചാൽ ഇനിയിപ്പം 1 എന്നുള്ള പോയിന്റ് മുട്ടുന്നതിൻ്റെ അവിടെ നിന്ന് ഈ തീറ്റ തീരുന്നതിൻ്റെ അവിടം വരെ വരച്ചു. ഇനി 2 എന്നുള്ള അവിടെ നിന്ന് ഇതാണ് ആ പോയിന്റ്, ഇവിടെ നിന്ന് തീരുന്നതിൻ്റെ അവിടം വരെ. ഇപ്പം 90 ഡിഗ്രി നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ വേണ്ടി അങ്ങോട്ട് പറ്റിയില്ലെങ്കിലും ഇവിടെ ഇപ്പുറം വെച്ചിട്ടാണെങ്കിൽ 90 ഡിഗ്രി വരച്ചോളൂ. അവിടെ പേപ്പർ കഴിഞ്ഞില്ല അങ്ങനെ വല്ലതും വരുവാണെങ്കിൽ. അത് നാലാമത്തെ ഞാൻ വരച്ചു. 5-ാമത്തെ ഇതും കൂടെ കൂട്ടിമുട്ടിയത് 1', ഇതും 2ഉം കൂടെ കൂട്ടിമുട്ടിയത് 2', 3ഉം കൂടെ കൂട്ടിമുട്ടിയത് 3', 4ഉം കൂടെ കൂട്ടിമുട്ടിയത് 4', 5', 6'. അപ്പോൾ ഈ ഒരു സൈഡ് കിട്ടി. ഒരു കാര്യം കൂടെ ഇവിടെ അടയാളപ്പെടുത്താൻ പറ്റുമോ? ഈ ഒരു ആംഗിൾ 30 ഡിഗ്രിയാണെന്നുള്ളത് അടയാളപ്പെടുത്തി വെക്കുക. ശരി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പെൻസിലും കൊണ്ട് 0 തുടങ്ങുക. സ്മൂത്തായിട്ട് വരണം. ഇങ്ങനെ വരയ്ക്കുക. അവസാനം ഹൈലൈറ്റ് ചെയ്യുക. ഇനിയിപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എന്തോന്നാണ്? ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് വിടുക. ബെല്ലിൽ നിന്ന് ഹൈലൈറ്റ് ചെയ്ത് വിടുക. ഇതിപ്പോൾ വരച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ യൂണിഫോം അസലറേഷൻ റിട്ടാർഡേഷൻ, അതിൻ്റെ അകത്ത് എന്തോന്ന് ചെയ്യണം? നടുക്കത്തെ പോയിന്റ്, അതായത് ഞാൻ 6 ഈക്വൽ പാർട്സില്ല, അപ്പോൾ 3 മൂന്നാമത്തെ പോയിന്റ്, അതിനെ ഞാൻ 6 ഈക്വൽ പാർട്സ് ആക്കണം. അതിനെ എങ്ങനെ ആക്കും? ഇത് മൊത്തം എത്ര സെൻറ്റിമീറ്ററാണ്? 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാൻ എന്തോന്ന് ചെയ്യും? 4നെ ഡിവൈഡഡ് ബൈ 6. അപ്പം ഇതിനെ വെച്ച് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യും. അപ്പം 0.66 പ്ലസ് ആൻസർ ചെയ്യുമ്പം എത്ര വരും? 1.3 ഇവിടെ വരും. അങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക. അതായത് മണ്ടയ്ക്ക് നിന്ന് 0.66 അല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 0.66 എടുത്ത് മാർക്ക് ചെയ്യുക. എനിവേ ഇങ്ങനത്തെ ഒരു കേസിൽ ഇവിടെയും കൂടെ മുട്ടിക്കുമ്പോൾ കറക്റ്റ് നടുക്കുന്ന തന്നെ പോകും. അപ്പം ഇതിൻ്റെ നടുക്കെന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2ൽ ഒരു പോയിന്റ് വെച്ചിട്ട് 2ൽ നിന്ന് മണ്ടയ്ക്കോട്ട് അങ്ങനെ എടുക്കുക, ഇങ്ങോട്ടേക്ക് അങ്ങനെ എടുക്കുക. അപ്പം നിങ്ങൾക്ക് വലിയൊരു മെസ്സായിട്ട് തോന്നത്തില്ല. ശരി, ഇതിനെയും കൂടെ തുടങ്ങുന്നതിൻ്റെ അവിടെ എടുക്കുമ്പോൾ കൂടെ മുട്ടിച്ചു. അത് ഉറപ്പായിട്ടും ഞാൻ ഈ തൊട്ട പോയിന്റിൽ കൂടെ ആയിരിക്കും പാസ് ആകുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ എന്താണെന്ന് ചേട്ടാ? ഇനിയിപ്പോൾ വലയിടണം. വലയെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും ഇത്, അതുപോലെ തന്നെ മണ്ടയ്ക്ക് നിന്ന് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക്, അതിനുശേഷം താഴേക്ക് എന്ന് പറയുമ്പോൾ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക്. ഓക്കെ, ഇനിയിപ്പോൾ എങ്ങനെ വരും? 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് വരും. അപ്പം 1 കൂട്ടിമുട്ടുന്ന ഇതാണ് എന്തോന്ന്? 1'. 2ഉം കൂട്ടിമുട്ടുന്ന ഇതാണ് എന്തോന്ന്? 2'. 3ഉം കൂട്ടിമുട്ടുന്നതാണ് എന്തോന്ന്? 3'. 4ഉം കൂടെ കൂട്ടിമുട്ടുന്നതാണ് എന്തോന്ന്? 4'. 5ഉം കൂടെ കൂട്ടിമുട്ടുന്നതാണ് 5'. 6ഉം കൂടെ കൂട്ടിമുട്ടുന്നത് 6'. ഓക്കെ,
വെച്ച് കഴിഞ്ഞു, എല്ലാം മാർക്കിങ് ചെയ്തു, നമ്പറിങ് എല്ലാം കൊടുത്തു. ഓക്കെ, അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം കഴിഞ്ഞു. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, ഇതെങ്ങനെ എഴുതണം, എഴുതിയേക്കുക. ഓക്കെ, അതിനുശേഷം ഇത് വരയ്ക്കുക. ഇനിയിപ്പോൾ നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ഡയഗ്രാം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ക്യാം വരയ്ക്കാമല്ലോ. ക്യാം പ്രൊഫൈൽ സിന്തസിസ് എന്ന് പറഞ്ഞ് ഹെഡിങ് കൊടുക്കുക. ഇവിടെ ആയിട്ട് എടുത്ത് ഒരു സെൻറ്റർ എടുത്ത്, എന്നിട്ട് എത്രയാണ് റേഡിയസ് പറഞ്ഞിരിക്കുന്നത് ക്യാമിൻ്റെ, 40 mm, അതായത് 4 സെൻറ്റിമീറ്റർ എടുത്തു. ഒരു സർക്കിള് വരച്ചു. ഇനിയിപ്പോൾ ഓഫ് സെറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത കണ്ടീഷൻ എഴുതണം, അസ്യൂം ഓഫ് സെറ്റ് 15 mm, അല്ല അസ്യൂസ് ഓഫ് സെറ്റ് ടു ദ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞെല്ലാം കൊടുക്കുക. ഓക്കെ, എന്നിട്ട് എന്നൊന്ന് ചെയ്യുക, 1.5 സെൻറ്റിമീറ്റർ എടുക്കുക. 1.5 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇത് ബേസ് സർക്കിള് ഓർ പ്രൈം സർക്കിള്, ഇതെന്ന് പറയുന്നത് ഓഫ് സെറ്റ് സർക്കിൾ. ഇവിടെ ഇങ്ങനെ നേരെ വെച്ചുകൊണ്ട് തന്നെ വരയ്ക്കുക. അപ്പോൾ ഒരു കറക്റ്റ് ഒരു ഇത് കിട്ടുമായിരുന്നു. ഈ പോയിന്റ് വെച്ച് 90 ഡിഗ്രി എടുക്കുക. നൈഫ് എഡ്ജ് ഫോളോവർ അല്ലേ ഇത്, 90 ഡിഗ്രി എടുത്ത് എന്നിട്ട് ഇതിനെ നമ്മൾ ഓ എന്ന് പറഞ്ഞ് വിളിക്കണം. ഓ, നൈഫ് എഡ്ജ് ഫോളോവർ അല്ലേ, അപ്പോൾ ഇവിടെ ആണ് മുട്ടുന്നത്. ഓക്കെ, ഇവിടെയാണ് മുട്ടുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കൂട്ടിമുട്ടുന്ന പോയിന്റാണ് എന്താണ്, ഓ എ. ഇനിയിപ്പോൾ ഇവിടെ വെച്ചൊരു നൈഫ് എഡ്ജ് വരയ്ക്കും. എന്നിട്ട് ഇതിനെന്തെന്ന് പറഞ്ഞു കൊടുക്കുക, നൈഫ് എഡ്ജ് ഫോളോവർ എന്ന് പറഞ്ഞ് കൊടുക്കുക. ഇനിയിപ്പോൾ എന്നാ ചെയ്യണം, ഒ എയിൽ വെച്ച് വേണം നമ്മൾ ആംഗിൾ എടുക്കാൻ. അപ്പോൾ ഒ എയിൽ വെച്ചു. ക്യാം ക്ലോക്ക് വൈസ് അല്ലേ കറങ്ങുന്നത്, ക്യാം റൊട്ടേറ്റ്സ് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നിന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്തോന്നാണ് എടുക്കേണ്ടത്, ആംഗിൾ എടുക്കാം. ഓക്കെ, ഒ എയിൽ വെച്ചുകൊണ്ട് എത്ര ഡിഗ്രി എടുക്കണം, 120, 60 എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 120 എടുത്തു. എന്നിട്ട് 60 ഡിഗ്രി, 120 + 60 എന്ന് പറയുമ്പോൾ 150 അല്ലേ, 120 + 60 എന്ന് പറയുമ്പോൾ 150 വരും. 6, 12, 18 എന്നാണല്ലോ. ഇതാണ് എന്തോന്ന്, തീറ്റ ഓ 120 ഡിഗ്രി. ഓക്കെ, ഇതാണ് എന്തോന്ന്, തീറ്റ ഡി 60 ഡിഗ്രി. ഇനിയിപ്പം ഇവിടെ വെച്ചിട്ട് അടുത്ത് 120 ഡിഗ്രി എടുക്കണം. 120 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ഇവിടെ ആയിട്ട് വരും. ഇതാണ് എന്തോന്ന്, തീറ്റ ആർ, എത്ര, 120 ഡിഗ്രി. ഓക്കെ അല്ലേ. ഇനിയിപ്പോൾ എന്നാ വേണ്ടേ, ഇത് ഓഫ് സെറ്റ് ഉള്ളതാണ്. ഓഫ് സെറ്റ് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ടാൻജൻഷ്യലാണ്, ടാൻജൻഷ്യൽ. ശരി, ഇനിയിപ്പം നമുക്ക് 120, 60, 120 നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് വരച്ച പോലെ തന്നെ ചെയ്തു. ഇനിയിപ്പോൾ ഓരോന്നിനെയും നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ ഡിവൈഡ് ചെയ്തത് 20 വെച്ച, അപ്പം 120 ഡിവൈഡ് ബൈ 20 എന്ന് പറയുമ്പം എത്ര വരും, ഒരു ആംഗിൾ 20 ഡിഗ്രി വെച്ച് വരും അല്ലേ. അപ്പം 2, 4, 6, 8, 10, 12, അപ്പോൾ 6 ഈക്വൽ പാർട്സ് ആയി. ഓക്കെ, എന്നിട്ട് ഇവിടെ വെച്ച് നേരെ വരയ്ക്കാൻ പാടുണ്ടോ, പാടില്ല. നമ്മളിത് എവിടെ മാർക്ക് ചെയ്യണം, നമ്മൾ ഈ ബേസ് സർക്കിളിൽ മാർക്ക് ചെയ്യണം. ഇവിടെയാണ്. അതുപോലെ തന്നെ ഇതും കൂടെ വെക്കുന്നത് ഇവിടെയാണ്. അതുപോലെ ഇവിടെ വെക്കുന്നത് ഇവിടെയാണ്. നമുക്ക് തെറ്റിപ്പോകുന്നതാണ്. നമ്മൾ ഇതുവരെ പെട്ടെന്നുണ്ടെങ്കിൽ നേരെ വരച്ചു റോളർ നല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ മാർക്ക് ചെയ്തിട്ട് വേണം, ടാൻജൻഷ്യലായിട്ട് വേണം എന്നിട്ട് വരയ്ക്കാൻ. കാരണം ഇത് ഓഫ് സെറ്റ് ഉണ്ടല്ലോ. ഓക്കെ, ഇത് ഈ പോയിന്റ്. അപ്പം ഇതിനെ മാർക്ക് ചെയ്യും. ഇപ്പോൾ മാർക്കിങ് നമുക്കത് എടുത്തു വെച്ച് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിതിനെ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. അപ്പോൾ എനിക്ക് തെറ്റത്തില്ല. ഇനിയിപ്പോൾ അടുത്തത് ഞാനിവിടെ നിന്ന് ഇനിയിപ്പോൾ അടുത്തത്
120 ഡിഗ്രി ഇതിനെ ഞാൻ എടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. 2 4 6 8 10 12. ഓക്കെ, എന്നിട്ട് ഞാൻ ഇതിന് എന്താണ് ബേസ് സർക്കിൾ അല്ലെങ്കിൽ പ്രൈം സർക്കിളിൽ ബേസ് സർക്കിളിൽ മാർക്ക് ചെയ്യണം. ഇതും കൂടെ ഉള്ളത് 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 ഇത്. ഓക്കെ, ഇനിയിപ്പോൾ എന്നൊന്ന് വേണം തെറ്റാതിരിക്കാൻ നമ്പർ ചെയ്യുക. ഇത് 0, ഇത് 1 2 3 4 5 6. അപ്പോൾ കറക്റ്റായിട്ട് അത് തീരും, ഡൗട്ട് വരത്തില്ല. ഇതൊക്കെയാണ് അപ്പോൾ പോയിന്റ്. അപ്പോൾ ഇനി എന്നാ ഞാൻ ചെയ്യേണ്ടത്? ഇനിയിപ്പം നമ്മൾ ബേസ് സർക്കിളിൽ വെച്ച് ഡിവൈഡ് ചെയ്തതിന് ശേഷം ഇനിയിപ്പം പ്രൈം സർക്കിളിൽ നിന്ന് ടാൻജൻഷ്യൽ വരയ്ക്കണം. നൈഫ് എഡ്ജ് ഫോളോവർ ആയതുകൊണ്ട് ബേസ് സർക്കിളും പ്രൈം സർക്കിളും സെയിം ആണ്, ഒരു സർക്കിൾ തന്നെയാണ്. അപ്പോൾ അതിൽ തന്നെ ആ പോയിന്റിൽ തന്നെ വെച്ച് എന്താണെന്ന് ചെയ്യുക, ടാൻജൻഷ്യൽ വരയ്ക്കുക. ഈ പോയിന്റാണോ ടാൻജൻഷ്യൽ വരയ്ക്കേണ്ടത്, അല്ലാതെ ഈ പോയിന്റ് അല്ല. അത് നമ്മൾ ജസ്റ്റ് പ്രൊട്രാക്ടർ വെച്ച് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത പോയിന്റാണ്. അത് കൺഫ്യൂഷൻ വരും. മാക്സിമം നീട്ടി തന്നെ വരച്ചു, എവിടം വരെ വരുമെന്നൊന്നും അറിയത്തില്ലല്ലോ. അല്ല, കൂടിപ്പോയാൽ മാക്സിമം 4 സെൻറ്റിമീറ്റർ അല്ല അത്ര വരത്തുള്ളൂ. കറക്റ്റ് ഈ പോയിന്റാ കുത്തുന്നതെന്നുള്ളത് മൈൻഡ് വരണം, തെറ്റിയേക്കല്ല്. പിന്നെ മാറ്റണ്ടൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കും ഭ്രാന്ത് പിടിക്കും, സമയവും പോവും. അതായത് സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് മുട്ടിച്ചുകൊണ്ട് ടാൻജൻഷ്യൽ വരയ്ക്കുക നമ്മളെടുത്ത ഡോട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്തത് ഇവിടെ ഈ പോയിന്റും വേണമല്ലോ, ഈ പോയിന്റും വേണം. ടാൻജൻഷ്യൽ വരയ്ക്കുമ്പോഴും ശരി, അളവെടുക്കുമ്പോഴും ശരി, ചിലപ്പം നമുക്ക് തെറ്റാറുണ്ട്. സോ ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. ഓക്കെ, എന്നിട്ട് ആറാമത്തെ വരയ്ക്കണം. അത് വരച്ച്. ഓക്കെ, അപ്പം ടാൻജൻഷ്യലി വരച്ചു. ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ഇനിയിപ്പം പോയിന്റ്സ് മാർക്ക് ചെയ്യുക, ക്യാമ് കയറ്റി അടയാളപ്പെടുത്തുക, അത്രയേ ഉള്ളൂ. അപ്പം എന്തെന്ന് ചെയ്യുക, കോമ്പസ് 1 എന്നുള്ളത് ഇത്ര. അപ്പോൾ 1 എന്നുള്ളത് എടുത്തു, ഇവിടെയാണ് 1 കുത്തി വരച്ചു. ഇനി അടുത്തത് 2 ഇവിടെ 2 കുത്തി 2 വരച്ചു. എന്നിട്ട് 3 കുത്തി 3 വരച്ചു. ഇതിപ്പോൾ നമ്മൾ തീറ്റാവോ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ 4 കുത്തി 4 വരച്ചു. പറഞ്ഞുകൊണ്ട് ചെയ്യുക, അപ്പോഴേ ചിലപ്പോൾ തെറ്റാതൊക്കെ ഇരിക്കത്തുള്ളൂ. 5 എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മാറ്റി വെച്ചാൽ ആ പെട്ടെന്ന് മൈൻഡ് വരും 5 കുത്തിയിരിക്കുന്നതിനൊക്കെ. പിന്നെ 6 കുത്തി, ഇതായിരിക്കും മാക്സിമം. അതായത് എത്ര വരും? ഇതിൻ്റെ സ്ട്രോക്കിൻ്റെ മാക്സിമം 4 സെൻറ്റിമീറ്റർ വരും. ഇത് പിന്നെ എടുക്കാൻ നിൽക്കേണ്ട, ഡയറക്റ്റ് എന്നൊന്നും ചെയ്യുക, ഇവിടെ അടുത്ത കുത്തുക 0 ഇവിടെ കുത്തിയിട്ട് അടുത്ത വരയ്ക്കുക. ഇത് സെയിം ആയിരിക്കുമല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത, അതായത് ഇതാണ് ഉദ്ദേശം ഈ 0. ഓക്കെ, ഇനിയിപ്പോൾ അടുത്ത 1 കൂടെ മുട്ടുന്നത് 1'. അപ്പോൾ 1 കുത്തിയിട്ട് 1' എടുക്കുക. 2 കുത്തിയിട്ട് 2' അളവ് എടുക്കുക. അളവെടുക്കുന്നതും തെറ്റിപ്പോകരുത്. 3 കുത്തിയിട്ട് 3' എടുക്കുക. 3' എടുക്കുക. 4 കുത്തിയിട്ട് 4' എടുക്കുക. കറക്റ്റ് ആ പോയിന്റിൽ തന്നെ വെച്ചെടുക്കുക, പോയിന്റ് മാറിപ്പോകരുത്. 4' എടുക്കുക. 5 കുത്തിയിട്ട് 5
6 കുത്തി എടുക്കാമെന്നില്ല, തന്നെ പോയിന്റ് 6 ഓക്കെ. ഇനിയിപ്പോൾ അടുത്ത് ഏത് ഫോളോവറാണെന്ന് ഒന്നും കൂടെ ആലോചിക്കുക. നൈഫ് എഡ്ജ് ഫോളോവർ. അതുകൊണ്ട് മറ്റേ റോളർ അങ്ങനെയൊന്നും വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് എന്തൊന്നും ചെയ്താൽ മതി, കൂട്ടി മുട്ടിച്ച് പോയാൽ മതി. ഓക്കെ അല്ലേ? ഇനി പിന്നെ അത് ഡെല്ലും കൂടെ ഒന്ന് വരച്ചേക്കാം. അതായത് സെൻറ്ററിൽ തൊട്ടുകൊണ്ട്. ഓക്കെ, മനസ്സിലായോ? തീറ്റ ഓ തീരുന്നതിൻ്റെ ആ പോയിന്റിൽ നിന്ന് കൊത്തുക, സെൻറ്ററിലേക്ക് വെക്കുക. ആ റേഡിയസ് തന്നെയാണ് എന്തോന്ന് തീറ്റ ആർ തുടങ്ങുന്നതിൻ്റെ അവിടുത്തെ ഇതിൽ ഉള്ള റേഡിയസ്. അതിങ്ങനെ വരയ്ക്കുമ്പോൾ കറക്റ്റ് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടും. അത് ജസ്റ്റ് ലൈറ്റായിട്ട് വരയ്ക്കുക. അതിനുശേഷം ഈ കിട്ടിയതിനെ ആറിൽ നിന്ന് ഇങ്ങനെ ജോയിൻ അടിക്കുക. സ്മൂത്തായിരിക്കണം. ഓക്കെ, ഇത് ഓക്കെ. ഇനിയിപ്പോൾ ഇതിനെന്തോന്ന് ചെയ്യുക, സ്മൂത്തായിട്ടൊന്ന് വരച്ചേക്കുക, ഹൈലൈറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഈ റിമൈനിങ് ഈ ഒരു ഭാഗം കൂടെ കറുപ്പിക്കുക. എന്നിട്ട് ബാക്കി എല്ലാത്തിനെയും ലൈറ്റായിട്ടൊന്ന് റബ്ബ് ചെയ്തേക്കുക. ഓക്കെ, ചെറുതായിട്ടൊന്ന് റബ്ബ് ചെയ്തേക്കുക. പുരിഞ്ഞതാ? ഓക്കെ അല്ലേ? ഡൗട്ടൊന്നും ഇല്ലല്ലോ. ചോദ്യം ഒന്നിനൊരു 3 തവണ വായിക്കുക. ഗിവൺ ഡേറ്റ കറക്റ്റായിട്ട് പക്കായിട്ട് എടുക്കുക. എന്നിട്ട് ഓരോ ടേണിംഗ് പോയിന്റും മനസ്സിലാക്കുക. ഓരോ ടേണിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ആദ്യത്തെ ടേണിംഗ് പോയിന്റ് എങ്ങോട്ട് ആംഗിൾ എടുക്കണമെന്നുള്ളത്. എങ്ങനെ അങ്ങോട്ട് ആംഗിൾ, റൈറ്റിലേക്ക് എടുക്കണോ ലെഫ്റ്റിലേക്ക് എടുക്കണം. ഇത് ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തിരിക്കുന്നത്. ഇത് ക്യാമ റൊട്ടേറ്റ്സ് ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആംഗിൾ എടുത്തേനെ. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കുക. നൈഫ് എഡ്ജ് ആയതുകൊണ്ട് നമ്മളെന്തോന്ന് ഇവിടെ തന്നെ വെച്ചിട്ട് OA എടുത്തു, ബേസ് സർക്കിള്, പ്രൈം സർക്കിള്, ആ ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാതെ കൂളായിട്ട് നോർമലായിട്ട് ചെയ്യാൻ നോക്കുക. അപ്പം നമ്മൾ പഠിച്ചതിൽ നിന്ന് ഇപ്പം നമ്മൾ 4 മോഡ്യൂളും അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അറിയാവുന്ന സാറന്മാരുടെ കാര്യങ്ങളോ ജസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളുക. ഞാനെല്ലാം അറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്, എനിക്കറിയാവുന്നത് വെച്ചിട്ട് നോക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. എനിവേ 1ന് 2 ക്രോസ് ചെയ്തോളുക എന്ത് കാര്യം. ഓക്കെ, മനസ്സിലാക്കി പഠിക്കുക. സിമ്പിളാണ്. സ്പീഡിൽ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പം November 24 ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രേ ഉള്ളൂ. താങ്ക് യു.